ഈ 38 വർഷം ഒരു മനുഷ്യൻ കുളക്കടവിൽ കിടന്നു. യേശു അവനോട് സ്നാനപ്പെടാൻ പറഞ്ഞില്ല. നാളെ തൊട്ട് ഞങ്ങളുടെ ചർച്ചിൽ കൃത്യമായിട്ട് വരണമെന്ന് അവനോട് പറഞ്ഞില്ല. നീ എന്ത് ചെയ്തോണം, സുവിശേഷ വേലയ്ക്ക് സഹായം ചെയ്യണം, ഇതൊന്നും പറഞ്ഞില്ല. യേശു അവരോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഉണ്ട്. അതിനും മറുപടി അവൻ ശരിക്കും പറഞ്ഞില്ല. അവൻ പറഞ്ഞ എന്നെ എടുത്തെടുക്കാൻ യേശു ഒരു സൗഖ്യം, ഒരു വ്യവസ്ഥകളും ഇല്ലാതെ യേശു സൗഖ്യം കൊടുത്തു. അതുപോലെ രക്താസ്രവക്കാരത്തി യേശുവിനെ തൊട്ടു, സൗഖ്യം കിട്ടി. സ്തോത്രം. അപ്പൊ ഇതിന് നമ്മൾ എന്താ പഠിച്ചത്? ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്, നിയമത്തെക്കാളും മനുഷ്യന്റെ വേദന അറിയുന്നവനാണ് യേശു. 38 വർഷം കുളക്കടവിൽ എഴുന്നേക്കാൻ മേലാതെ കിടക്കുന്നവന്റെ വേദന കർത്താവ് അറിഞ്ഞു. അതുകൊണ്ട് അവനോട് യേശു നിയമമൊന്നും വെച്ചില്ല. കാരണം നിയമത്തെക്കാൾ വലുതാണ് 38 വർഷം അവൻ അനുഭവിക്കുന്ന വേദന. അതുകൊണ്ട് ഈ രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാ നിയമത്തെക്കാളും നിങ്ങളുടെ വേദന അറിയുന്ന ഒരു യേശു ഇന്ന് രാത്രി. അതുകൊണ്ടാണ് രക്താസ്രവക്കാരത്തിയോട് യേശു നാളെ തൊട്ട് പള്ളി വരണമെന്ന് പറഞ്ഞില്ല. കാര്യം 12 വർഷമായിട്ട് ഇവള് റോഡ് നീളം ഈ ബ്ലീഡിങ്ങിന്റെ രോഗിയായിട്ട് നടക്കുന്ന ഒരു പെണ്ണിന്റെ വേദന എല്ലാത്തിനേക്കാൾ ഉപരി ദൈവത്തിനറിയാം. സ്തോത്രം. അവിടെ ദുഃഖം യേശു മനസ്സിലാക്കി. അതുകൊണ്ട് യേശു അവളോട് ഒന്നും പറയാതെ അവളെ സൗഖ്യമാക്കി. സ്തോത്രം. അതിന് രണ്ടാമത് ഒരു കാര്യം കൂടെ ഉണ്ട്. രണ്ടാമത് യേശുവിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ ദുഃഖം സന്തോഷമാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കും. ഇപ്പോൾ 38 വർഷം ദുഃഖിച്ചവൻ സന്തോഷത്തോടെ ആ കുളക്കടവിൽ നിന്ന് പോവുകയാണ്. സ്തോത്രം. 12 വർഷം വേദനിച്ച സ്ത്രീ യേശുവിനെ തൊട്ട് കഴിഞ്ഞപ്പോൾ അവൾ സന്തോഷത്തോടെ പോയി. അതുകൊണ്ട് ദൈവമക്കളെ, യേശുവിന്റെ അടുക്കൽ വരുന്നവർ സന്തോഷത്തോടെ പോകണമെന്ന് കർത്താവിന് ആഗ്രഹമുണ്ട്. എലിയ പറഞ്ഞേ, അവരൊരിക്കലും വേദനയുള്ളവരായി തീരരുത്. അതുകൊണ്ട് ഈ രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, തീർച്ചയായും നമുക്ക് വേണ്ടി ദൈവം സ്തോത്രം. ഞാൻ അതിനു വേണ്ടി മെസ്സേജ് പറയുന്നതിന് മുമ്പേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാം. നമ്മൾ എപ്പോഴും പറയുന്ന വാക്യങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ കാനാവിലെ കല്യാണ വീടാണ്, നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ ആവർത്തിക്കുന്നില്ല. അവിടുത്തെ വീഞ്ഞങ്ങ് തീർന്നുപോയി. തീർന്നു. വിളമ്പാൻ ഇപ്പൊ വീഞ്ഞില്ല. സ്തോത്രം. അപ്പൊ അവിടെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാല്, വീഞ്ഞ് ഉണ്ടാക്കാൻ നേരമില്ല, ഉണ്ടാക്കിക്കൊണ്ട് ഒരു വിളമ്പാനുള്ള സമയമില്ല. 2, ഓടിപ്പോയി മേടിക്കാൻ സ്ഥലമില്ല. ഉണ്ടായിരുന്നു ഓടിപ്പോയി മേടിച്ചുകൊണ്ട് വരായിരുന്നു. അടുത്ത മൂന്നാമത്തത്, കൊടുക്കാൻ ആളുമില്ല. കൊടുക്കാൻ, അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അതിന്റെ അർത്ഥം എല്ലാ വഴിയാണ്. ആ വിഷയം പരിഹരിക്കാൻ ഒരു വഴിയും, എല്ലാ വഴിയാണ്. സ്തോത്രം. കിട്ടാൻ സ്ഥലമില്ല, ഉണ്ടായിരുന്നെങ്കിൽ ഓടിപ്പോയി മേടിച്ചുകൊണ്ട് വന്ന് ഈ വിഷയം പരിഹരിക്കാം. കിട്ടാൻ സ്ഥലമില്ല, എവിടെ പോയി മേടിക്കും? ഉണ്ടാക്കാൻ നേരമില്ല, അതുകൊണ്ട് പിന്നെ കൊടുക്കാൻ ആളുമില്ല. അങ്ങനെ സകല വഴി അടഞ്ഞ ആ വിഷയത്തിൽ കർത്താവ് അത്ഭുതം ചെയ്തു. അങ്ങനാണെങ്കിൽ നിങ്ങളുടെ എല്ലാ വഴി അടഞ്ഞെന്നോർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട. യേശുവിന്റെ അടുക്കൽ വരൂ. എല്ലാ വഴി അടഞ്ഞെടുത്ത് കർത്താവിന് തുറക്കാൻ. സ്തോത്രം. സകല വഴി അടഞ്ഞെടുത്ത് ഞാൻ ഇനി ആ വാക്യം നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം മാത്രം വായിച്ചാൽ മതി. മുഴുവൻ യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയെ കാനാവിൽ വെച്ച് ചെയ്തു തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഈ വിഷയം യേശു പരിഹരിച്ചു. ഒരു വഴി അവർക്കില്ല. കിട്ടാൻ സ്ഥലമില്ല, വാങ്ങാൻ സ്ഥലമില്ല, കൊടുക്കാൻ ആളില്ല, ഉണ്ടാക്കാൻ നേരമില്ല. അങ്ങനെ ചിലരുണ്ട് ഇവിടെ. എല്ലാ വഴി അടഞ്ഞിരിക്കുക. ചില വിഷയത്തിൽ സകല വഴി അടഞ്ഞു. ഇനി അവരെ കൊണ്ട് ഒറ്റ കാര്യമുള്ളൂ, 2 കൈ മലർത്തി പിടിച്ചേക്കുക, ഒരു രക്ഷയില്ല. യേശു പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. യേശു പറഞ്ഞു, പാത്രത്തിലെല്ലാം വെള്ളം കോരി ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കേ. വെള്ളം കോരി കൊണ്ടുവന്ന് വെച്ചു. ഉടനെ യേശു പറഞ്ഞു, ഇത് കൊണ്ടുപോയി വിരുന്ന് വഴിക്ക് വിളമ്പി കൊടുക്കാൻ പറഞ്ഞു. ഇത്ര യേശു പറഞ്ഞുള്ളൂ. ഇപ്പൊ നിങ്ങളൊന്ന് കണക്ക് കൂട്ടിക്ക്, ഇത് കൊണ്ടുപോയി വിരുന്ന് വഴിക്ക് വിളമ്പാൻ എത്ര സെക്കൻഡായി?
കൂടി വന്നാൽ ഒരു 2-3 സെക്കൻഡ് ആ പാത്രത്തിലെ വെള്ളം വീഞ്ഞായി. ഒറ്റ വാക്കി പറഞ്ഞു, 3 സെക്കൻഡ് കൊണ്ട് സകല വഴി അടഞ്ഞ വിഷയം പുള്ളി പരിഹരിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. 3 സെക്കൻഡ്. നമ്മളാണെങ്കിൽ എന്ത് നോക്കിയാൽ ആ വിഷയത്തിന് പരിഹാരം കണ്ടെത്താൻ നമ്മളെ കൊണ്ട് കഴിയില്ല. സ്തോത്രം പറഞ്ഞേ. അതുകൊണ്ട് നിങ്ങളുടെ ഏത് വിഷയവും പരിഹരിക്കാൻ യേശുവിന് വെറും സെക്കൻഡുകളുടെ ആവശ്യമില്ല. സ്തോത്രം. യേശുവിന്റെ അടുക്കൽ വരൂ, നാഥ എന്നെ കൈവിടരുതെന്ന് പറ. കർത്താവിന് വേണ്ടി സമർപ്പിക്കേ. കർത്താവിന്റെ കരുത്തിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കേ. സ്തോത്രം. കർത്താവ് നിങ്ങളുടെ ഏത് വിഷയവും പരിഹരിക്കുവാൻ ശക്തനാണ്. 11-ാമത്തെ വാക്യം അവിടെ വായിച്ചത് എങ്ങനെയാണ്? യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു, തന്റെ മഹത്വം വെളിപ്പെടുത്തി. തന്റെ മഹത്വം വെളിപ്പെടുത്തി. കർത്താവിന് ഒരു ആഗ്രഹമുണ്ട്, വിടുതലൊക്കെയാ. പക്ഷെ ആ വിടുതൽ കർത്താവ് തരുമ്പോൾ നിങ്ങൾ അവന്റെ മഹത്വം വെളിപ്പെടുത്തണം. ഹല്ലേലൂയ, എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മഹത്വം കൊടുത്തു മുന്നോട്ട് ജീവിക്കാൻ തയ്യാറാകണം. സ്തോത്രം പറഞ്ഞേ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആമേ. കാനാവിലെ കല്യാണ വീട്ടിൽ യേശു അത് ചെയ്തത് തന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്തതാ. സ്തോത്രം. തന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? മഹത്വം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കുന്ന സ്തുതിയാണ് ദൈവിക മഹത്വം. ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയാണ് ദൈവിക മഹത്വം. അതുകൊണ്ട് തന്നെ ആരാധിക്കാൻ വേണ്ടിയാണ് താൻ അത് ചെയ്തത്. അങ്ങനെ അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നിങ്ങൾ അതിന് തയ്യാറാണോ? ഇനി എൻ്റെ ജീവിതം ദൈവ മഹത്വത്തിന് വേണ്ടി ഈ പ്രാർത്ഥനാ സ്ഥലത്ത് ഞാൻ സമർപ്പിക്കാൻ പോവുകയാണ്. എത്ര പേര് തീരുമാനമെടുക്കും? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഉറപ്പ് തന്നുവിടാം, പരിഹരിക്കാൻ പറ്റാത്ത വിഷയം പുള്ളി പരിഹരിക്കും. പക്ഷെ തന്റെ മഹത്വം വെളിപ്പെടും. ഈ വിഷയം പരിഹരിച്ചു തരുമ്പോൾ നിങ്ങളിലൂടെ ദൈവത്തിന്റെ മഹത്വം മറ്റുള്ളവർ കാണണം, അതറിയണം, അത് വെളിപ്പെടുത്തണം നിങ്ങളെ. അതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. സ്തോത്രം പറഞ്ഞേ. അല്ലാതെ കൊണ്ട് നമ്മുടെ കാര്യം കണ്ടേച്ച് അങ്ങ് പോവുക എന്ന് പറയുന്ന പദ്ധതി ഇതിനകത്തില്ല. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. യേശുവേ നന്ദി. ഞാൻ വീണ്ടും ചില കാര്യം കൂടെ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഈ നമുക്കൊക്കെ പറ്റുന്ന കുഴപ്പം, നമ്മളൊക്കെ തകർന്നു പോകുന്നതും ഈ തകർച്ച ഉണ്ടാകുന്നതിൻ്റെ ഒക്കെ ഒരു കുഴപ്പം എന്നാന്ന് ചോദിച്ചാല്, നമ്മള് ഇവിടെ ദൈവം നമുക്ക് തരുന്ന നന്മകളെ, അനുഗ്രഹങ്ങളെ ഒക്കെ നമുക്ക് ദൈവം തരുന്നുണ്ട്. പക്ഷേ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള വിചാരം നമ്മൾ അറിയുന്നില്ല, നിർണയം നമ്മൾ അറിയുന്നില്ല. നിർണയം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നമ്മളെക്കുറിച്ച് കർത്താവ് നിർണയിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ നിർണയം എന്താണെന്ന് നമ്മൾ തിരക്കത്തില്ല. നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് കാര്യങ്ങൾ നടന്നാൽ പോലെ. സ്തോത്രം. ആ ദൈവിക നിർണയം ഒന്നും നമ്മൾ അറിയുന്നില്ല, ദൈവിക വിചാരം നമ്മൾ അന്വേഷിക്കാറില്ല, നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണെന്ന് നമ്മൾ തിരക്കാറില്ല. ഇതാണ് നമ്മുടെ തകർച്ചയുടെ സ്തോത്രം. ഒക്കെ ഇനിയിപ്പോൾ അത് പറയാൻ പോവുക കേട്ടോ. ലൂക്കോസ് 5-ാം അധ്യായത്തിൽ കർത്താവ് ഒരു പെരുത്ത മീൻകൂട്ടം അങ്ങോട്ട് കൊടുത്തു. ആർക്ക്? പത്രോസിന്. അവിടെ എഴുതിയിരിക്കുന്ന പദങ്ങൾ കണ്ടോ? 5-ാം അധ്യായത്തിൽ മുങ്ങുമാറാകുമ്പോഴോ, മുങ്ങുമാറ്. ഇങ്ങനെയൊന്നും നമുക്കാർക്കും കൊടുക്കാൻ പറ്റത്തില്ല. നമ്മളൊക്കെ കൊടുത്താൽ 1-2 നേരത്തെ, അല്ലെ 10-25, അല്ലെ 3-4 ദിവസം. പക്ഷെ ഈ പുള്ളി കൊടുത്തത് അങ്ങനെയല്ല. ഈ പുള്ളി കൊടുത്തത് ഇത് ബോട്ട് മുങ്ങാൻ തുടങ്ങുന്നതോട് പുള്ളി അങ്ങ് നിർത്തി. ഇത് മുങ്ങത്തില്ലെങ്കിൽ ഇനിയും പുള്ളി കൊടുക്കും. സ്തോത്രം. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ പറയാ? മുങ്ങാൻ പോവോളം കൊടുത്തെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം താങ്ങാൻ പറ്റാത്ത നിലയിൽ ചില വഴികളെ തുറക്കാൻ ദൈവത്തിന് കഴിയും. മനസ്സിലായോ? നമ്മുടെ കപ്പാസിറ്റിക്ക് അപ്പുറത്ത്, ഈ ബോട്ടിന്റെ കപ്പാസിറ്റിക്ക് അപ്പുറത്ത് മുങ്ങോളം. സ്തോത്രം. ലൂക്കോസ് 5-ാം അധ്യായം കേട്ടോ. ഓക്കെ. അപ്പൊ ഈ അനുഗ്രഹം കൊടുത്തു. പക്ഷെ ഈ അനുഗ്രഹത്തിന്റെ പുറയിൽ ദൈവത്തിന് ചില നിർണയങ്ങളുണ്ട്. ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ദൈവത്തിന് ചില പ്ലാനുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ചില പദ്ധതികൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അറിയണം. അത് നമ്മൾ പലപ്പോഴും തിരക്കാറില്ല. ഇവിടെ വന്ന് നമുക്ക് വിസ തന്നതിൻ്റെ പുറകിലും, ജോലി തന്നതിൻ്റെ പുറകിലും, നല്ല സാലറി തന്നതിൻ്റെ പുറകിലും, ഇത്രയും വർഷം ഇവിടെ നിർത്തുന്നതിൻ്റെ പുറകിലും പുള്ളിക്ക് ചില നിർണയമുണ്ട്. നമ്മളാരും അത് തിരക്കാറില്ല. സാലറി മേടിച്ചു, ചൊവ്വായിട്ടും മുട്ടയും
ചിക്കനും മട്ടനും ഒക്കെ ചുവായിട്ട് ജീവിക്കുക, ബാക്കി ബാങ്ക് ഡിപ്പോസിറ്റ് ഇടുക, വീട്ടിലേക്ക് അയക്കുക. എന്നാൽ ഈ വഴി എനിക്ക് തുറന്നു തന്ന ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഹിതം എന്താണെന്ന് അന്വേഷിക്കാറുണ്ടോ? അതാരും തിരക്കാറില്ല. അവിടെയാണ് നമുക്ക് പറ്റിയ പരാജയം. നമ്മൾ ഓർത്തെന്നും ഇങ്ങനെ സുഖമായിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു, തെറ്റുപറ്റി, കൈവിട്ടു. എന്താണ് ദൈവിക നിർണയം? ആ അധ്യായത്തിന്റെ ഒടുവിൽ വായിക്കുമ്പോൾ കിട്ടും, പടകും വലയും വിട്ട് നീ എന്നെ പിൻഗമിക്ക. കണ്ടോ, പടകും വലയും വിട്ട് നീ എന്നെ. കർത്താവിന് പത്രോസിനെ ഉപയോഗിക്കാൻ വേണ്ടിയാ ഇത് കൊടുത്തത്. ഇനിയുള്ള കാലം ഞാൻ നിന്നെ ഉപയോഗിക്കാൻ പോയി. എങ്ങനെ? മനുഷ്യനെ പിടിക്കുന്നവനാക്കാൻ. ദൈവവൈതലേ, ഈ ബഹറിന് പറഞ്ഞ ചില നന്മകൾ തന്നത്, നീ കഴിച്ചോ, കുടിച്ചോ, ബാങ്കിലിട്ടോ, സ്റ്റോക്ക് ചെയ്തോ, വസ്തു മേടിച്ചോ, പക്ഷെ ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇത് തന്നെന്നുള്ള കാര്യം നീ അറിയണം. പറഞ്ഞ് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പോലല്ല. ദൈവം ചില വഴികൾ തുറന്നു തരുമ്പോൾ അതിന്റെ പുറകിൽ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാനുണ്ട്. അല്ലാതെ നമ്മൾ ദൈവത്തെ ഉപയോഗിക്കുന്ന പരിപാടിയാണ് നമ്മുടെ ഇരിക്കുന്നത്. ഓടിച്ചെല്ലുക, പാസ്വേഡ് പറയുക, പ്രാർത്ഥിക്കുക, ഉപവാസം വെക്കുക, നമ്മുടെ കാര്യങ്ങൾ സാധിക്കും. അങ്ങനെ നമ്മുടെ കാര്യങ്ങളെല്ലാം സാധിക്കാൻ വേണ്ടി ദൈവത്തെ ഉപയോഗിക്കുക. പത്രോസോട് പറഞ്ഞു, ഈ പടകും വലയും വിട്ടിട്ട് ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. സ്വോത്രം പറഞ്ഞേ ആമേ, ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പോൾ ദൈവം പത്രോസിന് ഇനിയുള്ള കാലം തനിക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് ഈ അനുഗ്രഹമെല്ലാം കൊടുത്തത്. ഹല്ലേലൂയ പറഞ്ഞേ. അത് പത്രോസ് തിരിച്ചറിഞ്ഞു. നമ്മൾ പലരും അത് അറിയുന്നില്ല. എല്ലാം പോയി കഴിയുമ്പോൾ അതിന് പഠിക്കാൻ പോണത്. സ്വോത്രം. കർത്താവ് തന്നതിന്റെ പുറകിൽ ദൈവത്തിന് നിന്നെ കുറിച്ച് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ ദേശത്ത് നീ വന്നപ്പോൾ വഴികൾ തുറന്നതും വിസ തന്നതും ജോലി തന്നതും ഇതുവരെ നിർത്തിയതും ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴും നീ ഓർത്തോളും, ഈ തരുന്ന പുള്ളിക്ക് നിന്നെ കുറിച്ച് ഒരു പ്ലാൻ ഉണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ. ഒരു പദ്ധതിയുണ്ട്. നമ്മൾ ആരും അത് തിരക്കാറില്ല, നമ്മൾ ആരും അത് അന്വേഷിക്കാറില്ല. പക്ഷെ യേശു പറഞ്ഞു, പത്രോസേ, ഈ മീൻ നീ എടുത്തോ, ഈ ഇത് നീ കൊണ്ടുവെക്കോ, നിന്റെ വീട്ടിൽ കൊണ്ടുവെക്കോ, നീ വിറ്റോ, നീ പൈസ എടുത്തോ. പക്ഷെ എനിക്ക് നാളെ തൊട്ട് അടുത്ത ആഴ്ച തൊട്ട് ഞാൻ നിന്നെ ഒരു മീൻപിടുത്തക്കാരനല്ല, മനുഷ്യനെ പിടിക്കുന്നവനായി ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഞാൻ നിനക്ക് ഈ നന്മയെല്ലാം തരുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ, സ്തോത്രം പറഞ്ഞേ. അതുകൊണ്ട് 400 കയ്യിലോട്ട് മേടിക്കുമ്പോൾ, 500 കയ്യിലോട്ട് മേടിക്കുമ്പോൾ ഓർത്തോണം, ഇത് തന്നവൻ എന്നെ കുറിച്ച്. ഹല്ലേലൂയ പറഞ്ഞേ. എന്നെ ഉപയോഗിക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിയുക. അത് തിരിച്ചറിയാതെ വരുമ്പോഴാണ് ആമേ പിന്നീട് എന്ത് ചെയ്യുന്നത്? പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞല്ലോ, അനുഗ്രഹം പോകുന്ന പരിപാടി എന്താന്ന് ഞാൻ പറഞ്ഞു. അനുഗ്രഹം ഉണ്ടാകുന്നത് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു. ആമേ, നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹം ഉണ്ടാകുന്നതും പോകുന്നതും. ഹല്ലേലൂയ. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചു. ആമേ, സ്തോത്രം. അനുഗ്രഹം ഉണ്ടാകുന്നത് എങ്ങനെയാന്നാ കഴിഞ്ഞ ആഴ്ച പറഞ്ഞേ. കർത്താവ് പറയാണ്, ഞാൻ വേലി കെട്ടി ഈ തോട്ടത്തിന്, ഞാൻ ഈ തോട്ടത്തിന് മതില് കെട്ടി, ഞാൻ ഇതിനകത്ത് കല്ലുകളൊക്കെ പെറുക്കി, അതുകൊണ്ടാണ് ഇത് വളർന്നത്. ഒരു തോട്ടമായി അത് മാറിയത് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അനുകൂലമായ സാഹചര്യം ദൈവം തുറന്നു തന്നിട്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. അത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ വായിക്കുമെന്നും വേണ്ട, ഒരു ധനവാനുണ്ട്. അദ്ദേഹത്തിന്റെ ഭൂമി നന്നായി അങ്ങ് വിളഞ്ഞു, ഇഷ്ടം പോലെ വിളഞ്ഞു. പണം 12 13 ഒരു സംശയമുണ്ട്, നിങ്ങൾ കേട്ടോ. ഓക്കെ, ഭൂമി അങ്ങ് നന്നായി അങ്ങ് വിളഞ്ഞു, ഇഷ്ടം പോലെ വിളഞ്ഞു. ഇപ്പൊ അദ്ദേഹം വന്നിരിക്കുന്ന സ്റ്റേജ് എന്നറിയോ? കൂട്ടി വെക്കാൻ സ്ഥലമില്ല. കൂട്ടി വെക്കാൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അതുപോലെ കാശം കൊണ്ടായി. ഇത് കൊണ്ട് വെക്കാൻ സ്ഥലമില്ലാത്ത നിലയിൽ പുള്ളിക്കങ്ങ് സമ്പത്തുണ്ടായി, സമ്പത്തങ്ങ് കൂടി. അപ്പൊ പുള്ളി ഇതങ്ങ് കൂടിയപ്പോൾ പുള്ളി പറയുകയാണ്, ഞാൻ ഒരു കളപ്പുര ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഒരു സ്റ്റോർ ഉണ്ടാക്കാൻ പോവുക, ഒരു ഗോഡവൻ ഉണ്ടാക്കാൻ പോവുക. എന്നിട്ട് ഗോഡവനകത്തോട്ട് ഞാൻ ഇതെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് ഏറി ആണ്ടി ഞാൻ തിന്നു കുടിച്ച് ആനന്ദിച്ച് അങ്ങോട്ട് ജീവിക്കും. സ്തോത്രം. ഉടനെ കർത്താവ് ഒരു ഉപമ പറയാ. ഉടനെ ഒരു ചോദ്യം, മൂഢാ, ഇന്ന് രാത്രിയിൽ
നിന്റെ ആത്മാവിനെ ചോദിക്കും, നീ എന്ത് ചെയ്യും? ആമേൻ. ചോദിച്ചാലെന്നല്ല, ചോദിക്കും. എന്താ നീ എന്ത് ചെയ്യും? നീ ഉണ്ടാക്കി വെച്ചതെല്ലാം ആർക്കാകും? ഞാൻ എപ്പോഴും ഇവിടെ പറയാറുണ്ട്, പല മീറ്റിങ്ങിലും അത് വിഷയം പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ മനുഷ്യൻ ഒരിക്കലും മൂടനല്ല, പക്ഷെ യേശു അദ്ദേഹത്തെ വിളിച്ചത് മൂടനാണ്. ആമേൻ. ഈ മനുഷ്യൻ ഭയങ്കര ബുദ്ധിമാനാ. അതിന്റെ കാരണം അവിടെ എഴുതിയിട്ടുണ്ട്. എന്താ കാരണം? കൂട്ടിവെക്കാൻ സ്ഥലമില്ലാതെ പൈസ ഉണ്ടായി, സമ്പത്തുണ്ടായി. സമ്പത്തുണ്ടാക്കണമെങ്കിൽ ബുദ്ധി വേണ്ടേ? സ്വോത്രം പറയാ. അതിബുദ്ധി ഉണ്ടല്ലേ ഈ ലോകത്തിൽ നമുക്ക് 10 പൈസ ഉണ്ടാക്കാനൊക്കെ തോന്നും. സാധാരണ ബുദ്ധി പോരാ, വിളച്ചിന് വേണം, അതിബുദ്ധി വേണം, പിന്നെ ഇച്ചിരി വളഞ്ഞ വഴി വേണം, ഇച്ചിരി സൂത്രം വേണം. ഇതൊക്കെ ഉള്ളവർക്ക് ഇത് ഉണ്ടാക്കാനിട്ട്. അപ്പൊ ഈ മനുഷ്യൻ മൂടാന്ന് വിളിക്കുക. ഈ മനുഷ്യനെ കോടിക്കണക്കിന് സ്വത്തുണ്ടാക്കിയ മനുഷ്യനെ യേശു വിളിച്ചു മൂടാന്ന് വിളിക്കുക. അപ്പൊ ആ മനുഷ്യൻ ഒരിക്കലും മൂടനല്ല, നല്ല ബുദ്ധിമാനാ. പക്ഷെ യേശു വിളിച്ചത് അവനെ മൂടനാ. മൂടാന്ന യേശു വിളിച്ചത്. സ്തോത്രം. എന്താ ഇതിന്റെ കാരണം? ചിന്തിക്കാറുണ്ടോ? സ്തോത്രം. മൂടാ, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ചോദിച്ചാൽ നീ എന്ത് ചെയ്യും? സ്തോത്രം. ആ മൂടത്തരോ? നമ്മളൊക്കെ പലപ്പോഴും കാണിക്കുന്നെല്ലാം ഈ മണ്ടത്തരകളെ കാണിച്ചിട്ടുണ്ട്, മൂടത്തരകളെ. എന്താണെന്നറിയോ? യേശു ചോദിക്കുക, നീ എല്ലാം ഉണ്ടാക്കി കളപ്പുരക്കകത്ത് വെച്ചു, ഓക്കെ, ഇന്ന് രാത്രി ഞാൻ നിന്റെ ആത്മാവിനെ ചോദിച്ചാൽ എന്ന് പറയുന്ന അർത്ഥം മനസ്സിലായോ? എടാ കുഞ്ഞെ, നീ ഉണ്ടാക്കിയതിനേക്കാളൊക്കെ വലുതാ നിന്റെ അകത്തിരിക്കുന്ന സാധനം. ആ സാധനം ഉണ്ടെങ്കിൽ നീ ഉണ്ടാക്കിയത് അനുഭവിക്കത്തുള്ളൂ. എടാ മൂടാ, നീ ഇത് വല്ലതും അറിയുന്നുണ്ടോ? നീ കോടിക്കണക്കിന് ബാങ്കിലിട്ടാ നിന്റെ അകത്തെ സാധനം ഇല്ലാതെ എങ്ങനെയാ നീ ഇത് അനുഭവിക്കുന്നത്? അത് ഞാനങ്ങ് തിരിച്ചെടുത്താ നീ എന്ത് ചെയ്യും? അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടായാലും നമ്മുടെ അകത്തിരിക്കുന്ന ജീവൻ അതിനേക്കാളും ആമേ, അത് ദൈവത്തിന്റെ ദാനമാണ്, അത് അതിനേക്കാളും വലുതാണെന്നുള്ള ബോധം നമുക്കില്ലെങ്കിൽ നമ്മളെ വിളിക്കുന്ന പേരാണ് മണ്ടൻ. കോടികൾ കാണുമായിരിക്കും, അവ വിചാരിക്കുന്ന കോടിയവരല്ല, ഈ അകത്തിരിക്കുന്നത് ആ വലുത്. കോടികൾ കൊടുത്താൽ കിട്ടാത്ത സാധനമാണ് ദൈവം നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ജീവൻ എന്ന് പറയുന്നത്, ആത്മാവെന്ന് പറയുന്നത്. അതിനു വേണ്ടി നീ കരുതിയെങ്കിലേ ഇത് അനുഭവിക്കാൻ നിനക്ക് കഴിയുള്ളൂ. ഈ സാധനം ഇറങ്ങിപ്പോയാൽ നിന്റെ സമ്പത്തെല്ലാം എവിടെ പോകുമെന്ന് ചോദിച്ചു. നീ ഇവിടെ 500 മേടിച്ചാലും 1000 മേടിച്ചാലും ഇത് അനുഭവിക്കണമെങ്കിൽ ഒടേതമ്പുരാൻ അകത്ത് വെച്ച സാധനം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് അതിനു വേണ്ടി കരുതാത്തവനെ ദൈവം വിളിക്കുന്ന പേരാണ് മൂടൻ. കേട്ടല്ലോ? സ്തോത്രം. നമ്മൾ മനസ്സിലാക്കണം, വസ്തുവിനേക്കാളും പണത്തെക്കാളും സ്വർണത്തെക്കാളും വെള്ളിയെക്കാളും ഒക്കെ വലുതാണ് ദൈവം നിന്റെ അകത്ത് വെച്ചിരിക്കുന്ന ആത്മാവ്. അത് നഷ്ടമാക്കിയാൽ ആ മനുഷ്യന്റെ പേര് മൂടൻ, മഠയൻ. അതിന്റെ വില മനസ്സിലാക്കേ. ഓക്കെ, സ്തോത്രം. എല്ലാരും ആമേ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? ഹല്ലേലൂയ പറഞ്ഞേ. രണ്ടാമത്തെ മൂടത്തരം എന്താണെന്നറിയാവോ? ആ മനുഷ്യൻ ഒരു കാര്യം മറന്നുപോയി. എന്താണെന്നറിയാമോ? കളപ്പൂരം ഞാൻ പൊളിക്കും. ഒക്കെ പൊളിച്ചു, അത് ഞാൻ വലുതാക്കും, നല്ല കാര്യമാണ്. എല്ലാം കൂട്ടിവെക്കും, അതും നല്ലതാണ്. ഏറിയാണ്ട് തിന്നും കുടിക്കും ജീവിക്കും. ഇതാണ് മൂടത്തരം. എന്താണെന്നറിയാമോ? ഈ പുള്ളി ആലോചിച്ചു, കളപ്പുരം ഞാന് അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, ആലോചിക്കാം. പക്ഷെ ആലോചനയിൽ ദൈവത്തെ കൂട്ടിയില്ല. സ്തോത്രം. എടാ മൂടാ, നീ ആലോചിച്ച കാര്യം നടക്കണമെങ്കിൽ ഞാൻ കൂടെ ഉണ്ടേലെല്ലാം നടക്കത്തുള്ള. സ്തോത്രം പറ. ഞാൻ ഇന്ന് രാത്രി നിന്റെ അകത്തു നീ സാധനം വെളിയിലോട്ടെടുത്ത നീ ആലോചിച്ചതെല്ലാം എവിടെ പോകുമെന്ന് ചോദിച്ചു. ഹല്ലേലൂയ പറഞ്ഞ്. അതാ യേശു പറഞ്ഞു, മൂടാ, ഇന്ന് രാത്രിയിൽ ഞാൻ ചോദിക്കുക, നീ ഇപ്പൊ ആലോചിച്ചല്ലോ, കളപ്പുരം പൊളിക്കും, ഞാൻ വലുതാക്കും, ഞാൻ അകത്ത് കയറ്റി വെക്കും, വേറിയാടുത്തിന് പലതും കണക്ക് കൂട്ടുക, ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. നീ ആലോചിച്ചോ, പക്ഷെ നീ ആലോചിക്കുന്ന കാര്യത്തിൽ ഒടേതമ്പുരാനൊക്കെ കൂടെ നിർത്തണം. കാരണം ഈ ജീവൻ പുള്ളിയുടേതാണ്. സ്തോത്രം. ആമേ, അത് മനസ്സിലായോ? അകത്തിരിക്കുന്ന സാധനം പുള്ളിയുടേതാ. പുള്ളി ഇതങ്ങ് തിരിച്ചെടുത്താൽ നിന്റെ ആലോചന തീർന്നില്ലേ? ആലോചനയിൽ ബ്രദറെ ദൈവത്തെ കൂടെ നിർത്തണം. ജീവിതത്തിൽ ദൈവത്തെ കൂടെ നിർത്തണം. ജീവിതത്തിലും ആലോചനയിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ കൂടെ നിർത്താത്തതാണ് മണ്ടത്തരം. കാരണം ഈ പുള്ളി കൂടെ നിന്നില്ലെങ്കിൽ അകത്തിരിക്കുന്ന സാധനം പോയി. ഹല്ലേലൂയ പറഞ്ഞേ.
ആലോചിച്ചു. ഹല്ലേലൂയ. ചിലർ വിചാരിക്കുന്നത് വലിയ മിടുക്കരാന്ന. എത്ര മിടുക്ക! ഇവിടുത്തെ രാജാവ് ആലോചിച്ച കാര്യം തെറ്റിപ്പോന്നു, പിന്നെ നമ്മൾ ആലോചിച്ച കാര്യമോ ഉണ്ടോന്ന് ഓർത്തു. എന്ത് കണക്ക് കൂട്ടിയാലും കൂടെ ദൈവത്തെ നിർത്തണം, അല്ലെങ്കിൽ നമ്മുടെ കണക്ക് കൂട്ടൽ തെറ്റും. ഒത്തിരി പേരങ്ങനെ തെറ്റി ഇവിടെ. ഹല്ലേലൂയ, സ്തോത്രം. രണ്ട് കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? അകത്തിരിക്കുന്നതിന്റെ വില അറിയണം. നിന്റെ ഗോഡവണിൽ വെക്കാൻ പോണ ഈ വെള്ളിയെക്കാളും സ്വർണത്തെക്കാളും വലുതാ ഞാൻ നിന്റെ അകത്ത് വെച്ചേക്കുന്നത്. സ്തോത്രം. അതിന്റെ വില അറിയാത്ത മനുഷ്യ, നീ വെറും മണ്ടനാണെന്ന് കർത്താവ് പറയാ. നീ വെറും മൂഢനാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് എന്താ പറഞ്ഞത്? ആലോചിച്ചോ, പക്ഷെ നീ ആലോചനയിൽ ദൈവത്തെ കൂടെ നിർത്തണം. ആലോചന ദൈവത്തെ കൂടെ നിർത്തിയെങ്കിലേ നിനക്ക് വിജയിക്കാനൊക്കത്തുള്ളൂ. കയ്യിൽ നിന്ന് കാര്യം വിട്ടുപോയാൽ നീ എന്നാ ചെയ്യും? ഓക്കെ, കണക്കൂട്ടിലൊക്കെ തെറ്റില്ലേ? എത്രയോ പേരുടെ കണക്കൂട്ടിൽ തെറ്റി. ആമേ, ആ ലോകത്തകട്ടോ. ഒരെണ്ണം കൂടെ പറയാം, മുഴുവൻ പറയുന്നില്ല, വിട്ടുക. എന്നിട്ട് ഇന്നത്തെ ഒരു മെസ്സേജ് ഉണ്ട്, അങ്ങോട്ട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ പറയാം കേട്ടോ. രാവിലെ കിഴക്ക് സൂര്യൻ പുള്ളി ഉദിപ്പിക്കുന്നുണ്ട്, മഞ്ഞുകാലം ഇവിടെ അയക്കുന്നുണ്ട്, മഴക്കാലം അയക്കുന്നുണ്ട്. ഒറ്റ വാക്കിൽ അർത്ഥം പറയാം, പ്രകൃതിയെയും സാഹചര്യത്തെയും അനുകൂലമാക്കുന്ന ഒരു ഒടേതമ്പുരാൻ നിന്റെ പുറകിലുണ്ട്. നിന്റെ കണ്ടത്തിൽ നെല്ല് വിളവണമെങ്കിൽ പുള്ളി മഴ പെയ്യിച്ചിട്ടാ പെയ്യുന്നത്. ഹല്ലേലൂയ പറഞ്ഞത്. റബ്ബർ വെട്ടി കറയെടുക്കുന്നത് എന്തുകൊണ്ടാ? 2 വർഷം ഒന്നും മഴ പെയ്യാതിരിക്കട്ടെ, നിന്റെ തോട്ടം ഉണങ്ങിപ്പോകില്ലേ? ഹല്ലേലൂയ പറഞ്ഞേ, സ്തോത്രം. ഒരു കാര്യം ഓർക്കണം, നിനക്കുണ്ടാകുന്ന സകല അനുഗ്രഹത്തിന്റെയും പുറകിൽ സാഹചര്യം അനുകൂലമാക്കുന്ന ദൈവത്തിന്റെ കരം ഉണ്ടെന്നുള്ളത് മറന്നു പോകുന്ന മനുഷ്യന്റെ പേരാണ് മൂഢൻ. ആരോഗ്യം തരുന്നൊരു പുള്ളി പുറകിൽ നിൽപ്പുണ്ട് കേട്ടോ. കാറ്റ് അനുകൂലമാക്കുന്നവൻ, മഴ അനുകൂലമാക്കുന്നവൻ. സ്വത്രം പറഞ്ഞേ. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ലോകത്തിന്റെ സാഹചര്യങ്ങളെ മുഴുവനും അനുകൂലമാക്കി നമുക്ക് തരുന്ന ദൈവത്തിന്റെ കരം പുറകിലുള്ളത് കൊണ്ടാണ് നമുക്ക് നന്മയുണ്ടാകുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. നിനക്ക് ആരോഗ്യമില്ലെങ്കിൽ നാളെ തൊട്ട് ജോലി നീ ചെയ്യുവോ? ഹല്ലേലൂയ പറഞ്ഞേ. എന്താ നീ ചിന്തിക്കാത്തത്? നിന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തെ അനുകൂലമാക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് നീ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? സ്തോത്രം പറ. കണ്ടത്തിലെ വിളവ് കിട്ടുമ്പോൾ, കരക്കത്തെ വിളവ് കിട്ടുമ്പോൾ ഓർക്കണം, മഞ്ഞുകാലം തരുന്ന ഒരു ദൈവമുണ്ട്, വേനൽക്കാലം ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്, മഴക്കാലം തരുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ സാഹചര്യങ്ങളെ അനുകൂലമാക്കി തരുന്ന ദൈവത്തിന്റെ കരമുള്ളത് കൊണ്ടാണ് എനിക്ക് ഈ നന്മകളൊക്കെ ഉണ്ടാകുന്നത്. ഇന്ന് രാത്രി അതൊന്ന് തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം പറ. ആദർന്ന് കർത്താവിനെ സ്തുതിക്കേ. അവിടെ നമ്മുടെ ജീവൻ അതിനകത്തേക്ക് കേട്ടോ. അപ്പൊ സാഹചര്യത്തെ അനുകൂലമാക്കി തരിക. നമ്മൾ ഈ വർഷം കർത്താവ് വിചാരിക്കുകയാണ്, ഈ വർഷം ഇവിടെ വേനൽ വേണ്ട, ചൂട് വേണ്ട, തീർന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാല് ഇവിടുത്തെ പല പടയും പൂട്ടിക്കെട്ടണ്ടേ? എത്ര വർക്ക്ഷോപ്പ് പൂട്ടുകൂടെ? AC വർക്ക്ഷോപ്പ്. സ്തോത്രം പറഞ്ഞേ. എത്ര മെക്കാനിക്കലിന് ജോലി ഇല്ലാതാകും? സ്തോത്രം പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ നിങ്ങൾ ഓർത്തോണം, ഈ വർഷം കാലാവസ്ഥ മാറണ്ട, നോടേ നമ്പുരാൻ ജീവിച്ചാൽ കൂട്ടിക്കെട്ടി പലർക്കും നാട്ടിൽ പോകാം കേട്ടോ. കാലാവസ്ഥയെ അനുകൂലമാക്കുന്ന ഒരു ദൈവം, പ്രകൃതി അനുകൂലമാക്കുന്ന ഒരു ദൈവം, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ അനുകൂലമാക്കുന്ന ഒരു ദൈവം, എല്ലാം പുറയിൽ ദൈവത്തിന്റെ സാന്നിധ്യം. അതോർത്ത് ദൈവമക്കൾ ജീവിക്കുക, അതോർത്ത് ദൈവമക്കൾ ജീവിക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ തീരുമാനിക്കുക, എന്റെ ജീവിതത്തിൽ ദൈവത്തെ മറന്നിനി ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. കൂടാ, നീ എന്നെ മാറ്റി നിർത്തിയിട്ട് എന്താണ് നീ ആലോചിക്കുന്നത്? ഈ രാത്രി ഞാൻ നിന്റെ ആത്മാവിനെ എടുത്താൽ നീ ആലോചിച്ച കാര്യം മൊത്തം തീർന്നില്ലേ? പുള്ളി അങ്ങ് ആലോചിക്കുക, ഏറിയാണ്ട് തിന്നുക. എന്തൊരു മണ്ടത്തരവാ ബ്രദറെ. ആരാ ഇവിടെ ഏറിയാണ്ട് ജീവിച്ചത്? ഏറെ ആയാൽ 70, അല്ലെങ്കിൽ 70 വരെ കിട്ടുമെന്ന് പോലും നമുക്ക് ഉറപ്പില്ല. ആ പൊട്ടം പറയാ, ഏറിയാണ്ട് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അങ്ങനൊന്നും ഒരു കണക്കും കൂട്ടണ്ട. ആ ദാവീദിന്റെ ഭാഷയെ പറഞ്ഞേക്കുന്ന ആടുന്ന വേലിയും ചായുന്ന 4 വിരൽ നീളം 4 വിരലിന്റെ നീളമേ ഉള്ളതാ പറയുന്നത്. ആ പുള്ളി കിടന്ന ഈ ചാട്ടമെല്ലാം ചാടുന്നത്. സ്വത്രം പറഞ്ഞ് ആടുന്ന വേലിയ. എപ്പോഴത് മറിയുന്നെന്ന് അറിയാൻ നോക്കുമോ? നിങ്ങൾ രാവിലെ അങ്ങോട്ട് പോകുമ്പോൾ ആ സൈഡിൽ വേലി കാണും, വൈകിട്ട് വരുമ്പോൾ ദൈവം മറിഞ്ഞു കിടക്കും. നല്ലൊരു കാറ്റടിച്ച ഇത്. സ്വത്രം. ഓർത്തു, ഇത്രത്തോളമൊക്കെ നടത്തിയതും നിർത്തിയതും അവന്റെ കൃപ, അവന്റെ
ദയ. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഓ സ്തോത്രം. നമ്മൾ ആരാണ്, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നു, നമ്മൾ ആരായിരിക്കണമെന്ന് കർത്താവിൻ്റെ ആഗ്രഹം. നമ്മൾ അബ്രാഹാമിനോട് കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്. 12-ാം അധ്യായത്തിൻ്റെ ഉൽപ്പത്തി 2ഉം 3ഉം വാക്യത്തിൽ ഉണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് വായിച്ചിട്ട് ഉൽപ്പത്തി 39 വരാം. ആദ്യമേ നമുക്ക് അബ്രാഹാമിനോട് പറഞ്ഞ വാക്യം ഒന്ന് വായിക്കാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ആ. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. അടി വരാം. നീ ഒരു അനുഗ്രഹം ആയിരിക്കും. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അപ്പൊ നീ ഒരു അനുഗ്രഹം ആയിരിക്കും. ചിലർക്ക് ഈ അനുഗ്രഹം വേണം, അവരാർക്കും അനുഗ്രഹമാകത്തില്ല. കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹം ആകണം. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, നമ്മളെ കൊണ്ട് നമ്മുടെ അയൽവക്കക്കാർക്ക് വല്ല അനുഗ്രഹം ഉണ്ടായിട്ടുണ്ടോ? നമ്മളെ കൊണ്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് വല്ല അനുഗ്രഹം ഉണ്ടായിട്ടുണ്ടോ? സ്തോത്രം. നമ്മളെ കൊണ്ട് നമ്മുടെ കൂട്ടുകാർക്ക് വല്ല അനുഗ്രഹം ഉണ്ടായിട്ടുണ്ടോ? സ്തോത്രം. ഓക്കെ, ആയിരിക്കാം. ഒഴിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നീ ഒരു അനുഗ്രഹം ആകണം. നീ ഒരു അനുഗ്രഹം പറ്റുമോ? നീ ജോലി ചെയ്യുന്ന കമ്പനിക്ക് നീ ഒരു അനുഗ്രഹമാണോ? പലരും ജോലി ചെയ്യുന്ന കമ്പനിക്ക് നമ്മൾ പ്രശ്നക്കാരാ. നമ്മൾ കാരണം ആ കമ്പനി താഴോട്ടാണ് പോണത്. സ്തോത്രം. ആമേ. പലരും നമ്മൾ കാരണം വേദന അനുഭവിക്കുക, പലരും നമ്മൾ കാരണം ദുഃഖം അനുഭവിക്കുക. പക്ഷെ കർത്താവ് പറഞ്ഞത്, ഞാൻ നിന്നെ വിളിച്ചത് മറ്റുള്ളവർ വേദന അനുഭവിക്കാനല്ല, നീ ഒരു അനുഗ്രഹമായി മാറാനാണ്. നിന്നോട് ഇടപെടുന്നവരെ, നിന്റെ വീട്ടിൽ വരുന്നവരെ, നീ സഹകരിക്കുന്നവരെ, നീ ജോലി ചെയ്യുന്നിടത്ത് എല്ലാം നീ ഒരു അനുഗ്രഹമായി മാറണം. നീ എവിടെ കാല് കുത്തിയാലും കാല് കുത്തും നടത്ത് നീ ഒരു അനുഗ്രഹമാകണം. ഹല്ലേലൂയ പറഞ്ഞേ. ചിലരെന്ത് അനുഗ്രഹം പോയിട്ട് മനുഷ്യനെ കണ്ട മിണ്ടുകയല്ല, നിന്നല്ലേ അനുഗ്രഹം. തമ്മിൽ ഒന്ന് മിണ്ടുകയല്ല, ചില വീട്ടിൽ കയറുകയല്ല, ചിലരോട് സംസാരിക്കത്തില്ല. കുഞ്ഞെ, ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന നീ പലർക്കും ഒരു അനുഗ്രഹമാകാനും, ദൈവത്തിന് അനുഗ്രഹമാകാനും, ദൈവസഭയ്ക്ക് അനുഗ്രഹമാകാനുമാണ്. അല്ലാതെ മോന്തേ പിരിപ്പിച്ച് ആൾക്കാരോട് പിണങ്ങി മിണ്ടാതെ എടുക്കാതെ നടക്കുന്ന പണി അതൊക്കെ എടുത്ത് കള. അതിനല്ല ദൈവം നമ്മളെ വിളിച്ചത്. നീ ഒരു അനുഗ്രഹമായി മാറാൻ വേണ്ടിയാണ്. സ്തോത്രം പറഞ്ഞ് ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. പക്ഷെ എന്തിനാ ദൈവം അനുഗ്രഹിച്ചത്? നമ്മൾ അനുഗ്രഹമാകാൻ വേണ്ടി. അബ്രഹാം കാല് കുത്തിയാൽ ആ വീട് അനുഗ്രഹമാണ്. ഇപ്പൊ കേട്ടോളോ, ഭക്തന്മാര് ഒക്കെ അനുഗ്രഹമായി. നമുക്ക് ആ വാക്യം ഒന്ന് നോക്കാം. ഉൽപ്പത്തി 39 തുടങ്ങി എടുത്താട്ടെ. എന്നാൽ യോസേഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുവന്ന ഇസ്മായേലിയരുടെ കയ്യിൽ നിന്ന് ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പൊത്തിഫേർ എന്ന ഒരു മിസ്രൈമ്യൻ അവനെ വിലയ്ക്ക് വാങ്ങി. യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രൈമ്യനായ യജമാനന്റെ വീട്ടിൽ പാർത്തു. യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുമെന്നും അവന്റെ യജമാനൻ കണ്ടു. ഒരു മിസ്രൈമിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ കൈ തൊടുന്നോടമെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നെന്ന് ആര് കണ്ടു? മിസ്രൈമ്യൻ കണ്ടു. യോസഫ് ആ വീട്ടിൽ ചെന്നപ്പോൾ മിസ്രൈമ്യൻ കണ്ടു. എടാ, ഇവൻ കൈവെക്കുന്നോടമെല്ലാം ദൈവം അനുഗ്രഹിക്കുക. കണ്ടോ? ദൈവത്താൽ ഇവൻ കൈ തൊടുന്നതെല്ലാം ദൈവത്താൽ സാധിക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. ദൈവമക്കളെ, നമ്മൾ ഒരു കമ്പനി ജോലി ചെയ്താൽ, നമ്മൾ കൈ കുത്തിയാൽ അവിടെ അനുഗ്രഹിക്കപ്പെടണം. സ്തോത്രം പറഞ്ഞേ. ഇപ്പൊ യോസഫ് ആ വീട്ടിൽ ചെന്നപ്പോൾ ആ വീടിന്റെ പ്ലാൻ മാറുന്നത് കണ്ടോ? യോസഫ് മുഖാന്തരം ആ വീട്ടിലെ എല്ലാ കാര്യവും എന്ത് ചെയ്യുന്നു? ഭംഗിയായി നടക്കുന്നു. ഇതാര് കണ്ടു? പൊത്തിഫേർ കണ്ടു. പൊത്തിഫേറിന് മനസ്സിലായി, ഇതെന്റെ മിടുക്കോ എന്റെ കഴിവോ ഒന്നുമല്ല, യോസഫിന്റെ ദൈവമാണ്. അവൻ കൈവെക്കുന്നോടവല്ല എന്റെ വീട് അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവൻ ഈ വീട്ടിൽ എന്ത് ചെയ്താലും ആ ചെയ്യുന്ന കാര്യത്തിലെല്ലാം ദൈവത്തിന്റെ കരമുണ്ടെന്നും അതെല്ലാം ദൈവം അവിടെ നടത്തുന്നെന്നും അതെല്ലാം ദൈവം സാധിപ്പിച്ചു കൊടുക്കുന്നുവെന്നും ആര് കണ്ടു? പൊത്തിഫേർ കണ്ടി. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ കൈവെക്കുന്നിടത്തെല്ലാം ദൈവം പ്രവർത്തിക്കുന്നെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? യോസഫ് ആ വീട്ടിൽ ഒരു അനുഗ്രഹമാകുമോ? ഇപ്പൊ
ജോസഫ് ആ വീട് കയറേ, ചിലർ മുഖാന്തരം വീട് നശിച്ചു പോവുക, ഉള്ള സമാധാനം കൂടെ പോവുക, ഉള്ള സ്വസ്ഥതയും കൂടെ പോവുക. ചില സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിലർ മുഖാന്തരം എന്ത് ചെയ്യുക, അങ്ങ് തകർന്നു പോകുക. എന്നാൽ ജോസഫ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പൊത്തിഫറിന് ഒരു കാര്യം മനസ്സിലായി, ഇവൻ എന്ത് ചെയ്താലും അതിനകത്ത് ദൈവമുണ്ട്, അതിനകത്ത് ദൈവമുണ്ട്. ആ കാര്യങ്ങളെല്ലാം ദൈവം സാധിപ്പിക്കുന്നുവെന്ന വായിച്ച മലയാളത്തിലെ. ഞാൻ അതിന്റെ മൂലഭാഷ എടുത്ത് നോക്കിയപ്പോൾ അവ എഴുതിയിരിക്കുന്നത് എല്ലാം മംഗളമാക്കുന്നു എന്നാ. സ്വത്രം പറഞ്ഞ് ഇവൻ എന്ത് ചെയ്താലും അതിനെ എല്ലാം ദൈവം അനുഗ്രഹമാക്കി കൊടുക്കുന്നു. ഈ യോസഫ് കൈ തൊടുന്നോടത്തെല്ലാം അനുഗ്രഹം വരുന്നെന്ന് കണ്ടപ്പോൾ അടുത്ത ബാക്കി എങ്ങനെ ഇരിക്കുന്നറിയോ, പൊത്തിപ്പേറ് ആ വീടും മുഴുവനും ജോസഫിനെ ഏൽപ്പിച്ചു. സ്തോത്രം. ആ വീടും വീട്ടിലുള്ളതും എല്ലാം ജോസഫിന്റെ കയ്യിലേൽപ്പിച്ചു. ദൈവമക്കളെ, അങ്ങനെ ജോസഫ് ആ വീടിന്റെ ചുമതല, മാത്രമല്ല ആ വീട്ടിൽ എന്തെല്ലാം ഉണ്ടോ അതിന്റെ എല്ലാം ചുമതല ഏറ്റെടുത്ത് അവിടെ എഴുതിയിരിക്കുന്നത് ഇയാള് കഴിക്കുന്ന ആഹാരം ഒഴിച്ച് ബാക്കി മുഴുവനും ജോസഫിന്റെ കയ്യിലാണ്. എന്താ കാര്യം? ഇവൻ കൈ തൊടുന്നോടെ അനുഗ്രഹിക്കപ്പെടുമെന്ന് ആ പുള്ളി കണ്ടോട്ട് പുള്ളി ഇവനെ ഉയർത്തുക, ഇവന് മുകളിലോട്ട് കയറ്റി വെക്കുക. നമ്മൾ കൈ തൊടുന്നോടെ എല്ലാം നാശമാണെന്ന് കണ്ടോണ്ട് ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ തുടങ്ങും. അതാ ഇവൻ വന്ന് കയറിയപ്പോ തൊട്ട് എനിക്ക് നാശമാണെന്ന് പറഞ്ഞ് നമ്മളെ പിരിച്ചു വിടാൻ തുടങ്ങുമ്പോൾ ജോസഫിനെ എല്ലാത്തിനും മുകളിലോട്ട് കയറ്റി പൊത്തിപ്പേർ വെക്കുക. ഹല്ലേലൂയ പറഞ്ഞേ, എല്ലാത്തിന്റെ മുകളിൽ കയറ്റി വെക്കുക പൊത്തിപ്പേർ. ആ വീടിന്റെ മൊത്തം ചുമതല എല്ലാത്തിന്റെ മുകളിൽ കയറ്റി ജോസഫിന് വെച്ചു. സ്തോത്രം. ഹല്ലേലൂയ. മനസ്സിലായല്ലോ? ആമേ. ഒന്നുകൂടെ വാക്യം വായിക്കാവോ? 3-ാമത്തെ വാക്യം. യഹോവ അവനോട് കൂടെയുണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നുവെന്നും അവന്റെ യജമാനൻ ഇതൊന്ന് കേട്ടോ, ക്രിസ്ത്യാനി പെട്ടെന്ന് കേട്ടോ. യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതെല്ലാം യഹോവ സാധിപ്പിക്കുന്നുവെന്നും അവന്റെ യജമാനൻ കണ്ടു. യജമാനൻ അറിഞ്ഞതല്ല, കണ്ടു കേട്ടോ. ഓക്കെ, ഇനി അടി വരെ ഇട്ടു. എന്നിട്ട് ഇങ്ങോട്ട് നോക്കേ. ജോസഫിനെ നോക്കിയപ്പോൾ പൊത്തിഫർ ആരെ കണ്ടു? ദൈവത്തെ കണ്ടു. യഹോവ അവന്റെ കൂടെ നിൽക്കുന്നതായിട്ട് ഈ പുള്ളി കണ്ടു. നമ്മളെ നോക്കിയാൽ നമ്മളിലൂടെ ദൈവത്തെ കാണാൻ പറ്റുമോ? പുറത്തുള്ളവർക്കല്ല. നമ്മൾ മുഖാന്തരം ദൈവനാമം ഒന്നുകൂടെ ദൂഷിക്കപ്പെടുക പലരെ കണ്ടു കഴിഞ്ഞാൽ. നമ്മൾ പുറത്തോട്ടിറങ്ങും, ഇവനാണോ ദൈവത്തിന് ചോദിച്ചു ഒന്നുകൂടെ ദൈവവചനം എന്ത് ചെയ്യുക. എന്നാ യോസഫ് അങ്ങനെ ജോസഫിനെ നോക്കുമ്പോൾ ആര് നോക്കിയാലും ദൈവത്തെ കാണാം. സ്തോത്രം പറഞ്ഞ് യോസഫിന്റെ ജീവിതത്തിൽ ഏത് മനുഷ്യൻ നോക്കിയാലും ദൈവത്തെ കാണാമായിരുന്നു. ഹല്ലേലൂയ പറഞ്ഞ്. ദൈവവൈതലേ, ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, എന്റെയും നിന്റെയും ജീവിതത്തിൽ പുറത്തുള്ള ഒരു മനുഷ്യൻ, ഒരു രക്ഷിക്കപ്പെടാത്ത മനുഷ്യൻ, ഒരു കുറയാധിക്കാരൻ നോക്കിയാൽ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെ കാണാൻ പറ്റുമോ? ഹല്ലേലൂയ. സ്തോത്രം. കാണാൻ പറ്റുമോ? സ്തോത്രം. എന്തുകൊണ്ടാണ് ജോസഫിനെ നോക്കിയപ്പോൾ അവൻ ചെയ്യുന്നിടത്തെല്ലാം ദൈവമുണ്ടെന്ന് ഇയാള് കണ്ടു. അവൻ തൊടുന്നതെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നെന്ന് കണ്ടു. എന്താ അതിന്റെ കാരണം? അതിന്റെ കാരണം ജോസഫിന്റെ ജീവിതം അവന്റെ ദൈവത്തെ വെളിപ്പെടുത്തുന്ന ജീവിതമായിരുന്നു. ഹല്ലേലൂയ പറഞ്ഞ്. ഈ രാത്രി ഞാൻ ചോദിക്കട്ടെ, നിന്റെ ഈ ഭൂമിയിൽ ദൈവം തന്ന ആയുസ് നിന്റെ ദൈവത്തെ വെളിപ്പെടുത്തുന്ന ഒരു നല്ല ജീവിതം നിനക്കുണ്ടോ? ജീവിതത്തിലൂടെ ജോസഫിനെ പോലുള്ള ഭക്തന്മാർ അവരാരാധിക്കുന്ന ദൈവത്തെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഹല്ലേലൂയ. സ്തോത്രം. ഫറോ രാജാവ് കുറയാധിക്കാരൻ, അയാൾക്ക് ഈ ദൈവത്തെ ഒന്നും അറിയത്തില്ല. അയാള് പക്ഷെ ജോസഫിന്റെ ദൈവത്തെ കണ്ടു, ജോസഫിന്റെ ജീവിതത്തിലൂടെ കണ്ടു. ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തെ കാണട്ടെ മറ്റുള്ളവർ. സ്തോത്രം പറഞ്ഞേ. നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് അനുഗ്രഹം വരട്ടെ. പൊത്തിഫേറിന്റെ വീട്ടിൽ ജോസഫ് ചെന്നപ്പോൾ അവിടെ എല്ലാം അനുഗ്രഹം കൂടാൻ തുടങ്ങി. എന്നിടത്തെല്ലാം അനുഗ്രഹമായി. സ്തോത്രം പറഞ്ഞേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് നമ്മൾ അനുഗ്രഹമായി മാറണം. അനുഗ്രഹമായി മാറണം.
നമ്മളോട് കൂടെ സഹകരിക്കുന്നവർക്കൊക്കെ നമ്മളൊരു അനുഗ്രഹമായി മാറണം. ഇത് കോടികൾ കൊടുക്കണമെന്ന അർത്ഥത്തിലല്ല പാർശ്വി പറയുന്നത്, അവർക്കൊരു നന്മയായി നമ്മൾ മാറണം. അബ്രാഹാമിനോട് പറഞ്ഞു, നീ ഒരു അനുഗ്രഹമായി മാറണം, ഞാൻ അതിനാണ് നിന്നെ വിളിച്ചിറക്കിയിരിക്കുന്നത്. ദൈവമക്കളെ, നമ്മൾ പലർക്കും ഒരു നന്മയായി മാറണം. ആൾക്കാരെയൊക്കെ ഒന്ന് കാണുമ്പോൾ വിളിക്കുകയും സഹകരിക്കുകയും സ്നേഹിക്കുകയും എന്തൊക്കെ ചെയ്യണം കേട്ടോ. ആ വലിപ്പവും പൊക്കവും ഒക്കെ ഒന്ന് താത്തു വെച്ച് നമ്മൾ എന്തിനു വലിപ്പപ്പെടാനാ, നമ്മൾ എന്തിനു പറയാനാ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളൊന്നുമില്ല. ദാവീദിന്റെ ഒക്കെ ഭാഷയിലെ അപ്പോസ്തലന്മാരുടെ ഒക്കെ ഭാഷയിൽ ഒന്നുമില്ല. ദാവീദിന്റെ ഭാഷയിൽ നമ്മൾ ആരാ? ഒരു ശ്വാസമാണ് ദാവീദ് പറയുന്നത്. നമ്മൾ ഒരു ശ്വാസം മാത്രമാ. ആ നമ്മളാ കിടന്ന് ഈ വലിപ്പം കാണിക്കുന്നത്. നമ്മളൊന്നുമില്ല. മനുഷ്യനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത് ബൈബിളിൽ? രാവിലെ മുളയ്ക്കുന്നത് വൈകിട്ട് പുല്ലുപോലെ, അത്രേ ഉള്ളൂ. നമ്മൾ ഏതാണ്ട് വലിയ തലക്കനം വെച്ചോണ്ടിരിക്കുക. ഞാൻ ഏതാണ്ട് വലിയോടത്തെയാണെന്ന് പറഞ്ഞു. ആര് വലിയോടത്തെ? സ്വത്രം പറഞ്ഞ് ഇങ്ങോട്ട് ഞാനൊരു കഥ പറയട്ടെ, സംഭവം, ഒരു യാഥാർത്ഥ്യം പറയട്ടെ. നിങ്ങൾ ഒരു ആട് പ്രസവിക്കുന്ന സ്ഥലത്ത് നിന്ന് പോയി നിൽക്കേ. ആട് പ്രസവിച്ചു 2 കുട്ടികളെ കേട്ടോ. ഓക്കെ, 2 മണിക്കൂർ അവിടെ നിൽക്കണം. 2 മണിക്കൂർ അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാഴ്ച കാണാം. എന്നാന്നറിയോ? ഈ ആട്ടിൻകുട്ടി പതിയെ വിറച്ചെഴുന്നേക്കും. കുറെ കഴിയുമ്പോൾ അത് ഓടിപ്പോവും. പുല്ല് തിന്നും, വെള്ളം തിന്നും. ഞാൻ ചോദിക്കട്ടെ, 2 മണിക്കൂർ വേണ്ട, നിങ്ങൾക്ക് ഒരു 25 വർഷം തരാം. ജനിച്ചു കഴിഞ്ഞ് തന്നെ പോയി കാര്യമൊന്നും ചെയ്യാമോ? ഇപ്പോഴും പുറകെ 10 പേര് നിൽക്കണ്ടേ? സ്തോത്രം പറയേ. ഒരു കൊച്ചുണ്ടായാൽ ആ കൊച്ചു തന്നെ ഒരു നിക്കറിടണമെങ്കിൽ അവൻ എത്ര വയസ്സാകണം? സ്തോത്രം. ഒരാട്ടിൻകുട്ടി കണ്ടോ, 2 മണിക്കൂർ കഴിയുമ്പോൾ അതിനാരും വേണ്ട, തന്നെ പോയി പുല്ല് തിന്നോളും. സ്തോത്രം പറഞ്ഞേ. തന്നെ പോയി അത് വെള്ളം കുടിച്ചോളും. അത്രയും പോലും കപ്പാസിറ്റി ഇല്ലാത്ത നമ്മൾ ഇരുന്നോണ്ടാണ് ഈ വലിയ പുള്ളി കളിക്കുന്നത്. 2 മണിക്കൂർ കഴിയുമ്പോൾ ആട്ടിൻകുട്ടി എഴുന്നേക്ക്. 2 മണിക്കൂർ പോയിട്ട് ദേ ഇരിക്കുന്നു ഈ പിള്ളേരൊക്കെ. തളയോട് ചോദിച്ചു, ഇപ്പോഴും നിക്കറ് തള ഇടിച്ചു കൊടുക്കണം. ഇപ്പോഴും ബാത്റൂമിൽ പോയി അവര് പുറകെ പോകണം. സ്തോത്രം പറഞ്ഞേ. വേണ്ടേ? അത്രേ ഉള്ളൂ. നമ്മള് ഒരു കന്നുകാലിയുടെ അത്രയും പോലും ഒരു കണക്ക് നോക്കിയ നമ്മളില്ല. 2 മണിക്കൂർ കഴിയുമ്പോൾ കിടാവ് എഴുന്നേറ്റ് പോയി വെള്ളം കുടിക്കുള്ളൂ. പിന്നെ നമ്മൾ ആരും അതിനെ തീറ്റാനും നടക്കണ്ട. വായിച്ചു കൂട്ടാൻ പോയി അത് പോയി തന്നെ തിന്നോളൂ. അത് പോയി വെള്ളവും കൊടുക്കണ്ട, പാത്രത്തിൽ വെച്ചിട്ടങ്ങ് പോയാൽ മതി. തന്നെ ഇതങ്ങനാണോ? സ്വത്രം പറഞ്ഞേ. അത്രയും പോലും നമ്മളൊന്നും ഇല്ലാത്തവരാ. അതുകൊണ്ട് നമ്മള് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ അനുഗ്രഹമായി മാറണം. നമുക്കാർക്കും ഒത്തിരി ഇവിടെ ലക്ഷങ്ങളൊന്നും കൊടുക്കാനില്ല. അത് കൊടുക്കുന്ന മേടിക്കുന്നില്ല. നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്കതൊരു സന്തോഷമാകട്ടെ, അവർക്കതൊരു ആശ്വാസമായി മാറട്ടെ, അവർക്ക് ഒരു ആശ്വാസമായിട്ട് മാറട്ടെ. അവർ പറയണം, ആ ബ്രദറിനോട് സംസാരിച്ചത് കൊണ്ട് ഒരു സന്തോഷമുണ്ടായെന്ന് പറയട്ടെ. ദൈവം നമ്മളൊരു അനുഗ്രഹമായി മാറാൻ വേണ്ടി വെച്ചിരിക്കുക. സമ്പത്തോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത്രേ ഉള്ളൂ. സ്തോത്രം. അതുകൊണ്ട് നമ്മളെക്കുറിച്ചുള്ള ദൈവിക നിർണയം നമ്മളൊരു അനുഗ്രഹമായി മാറണം. അതിനാ ദൈവം നമ്മളെ വിളിച്ചത്. യോസഫ് ഇപ്പൊ അനുഗ്രഹമായി. ആ വീട്ടിൽ ചെന്നപ്പോൾ ആ വീടിന് യോസഫ് അനുഗ്രഹമായി. സ്തോത്രം. അവൻ ചെയ്യുന്നതെല്ലാം മംഗളമാക്കി കൊടുക്കുകയാണ് കർത്താവ്. എല്ലാം ഭംഗിയാക്കി കൊടുക്കുകയാണ്, എല്ലാം അനുഗ്രഹമാക്കി കൊടുക്കുകയാണ്. സ്തോത്രം. പിന്നെ ദൈവത്തെ ആരും കാണിക്കണ്ട. ജോസഫിനെ കാണുമ്പോൾ അവൻ ആരാധിക്കേണ്ട ദൈവത്തെ അവിടെ കാണാം. സ്തോത്രം. നമ്മളെ കാണുമ്പോൾ തന്നെ നമ്മുടെ ദൈവത്തെ കൂടെ കാണത്തക്ക നിലയിലുള്ള ഒരു ജീവിതം കൂടെ നമുക്ക് വേണം. സ്തോത്രം പറഞ്ഞേ. കാണുന്നവർ പറയണം, ദൈവങ്ങളോട് കൂടെയുണ്ട്, ദൈവം ഇവനോട് കൂടെയുണ്ട്. നമ്മുടെ കൂടെ നടക്കുന്ന ദൈവത്തെ കാണാൻ അവർക്ക് കഴിയണം. പൊത്തിപ്പേറിന് അത് കാണാൻ കഴിഞ്ഞു. യഹോവ അവനോട് കൂടെ ഉണ്ടെന്ന് ആര് പറഞ്ഞു? ഇയാള് കണ്ടെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രൈസലോ. അതുകൊണ്ട് ദൈവവൈദ്യലേ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ കാണത്തക്ക നിലയിലെ ഒരു നല്ല മാതൃകാ ജീവിതമുള്ളവരായി നമ്മൾ മാറട്ടെ. വളരെ പൊത്തിപ്പേറ് തീരുമാനിച്ചു, ജോസഫിന് അർഹതയില്ല, ഒരു ഉയർച്ചയ്ക്കും അർഹതയില്ല. കാരണം അടിമയാണ് ഇയാൾ. ഇദ്ദേഹത്തെ അടിമയെ വീട്ടിൽ കയറ്റില്ല. അടിമയ്ക്ക് വേലയ്ക്ക് ജോലിക്ക് കൂലിയില്ല. അടിമയ്ക്ക് നല്ല വസ്ത്രമില്ല. അടിമയ്ക്ക് നല്ല പാർപ്പിടമില്ല. അടിമകൾക്ക് എന്ത് ചെയ്യുന്നു? അടിമകൾക്കുള്ള പാർപ്പിടം ഇതിക്ക് പ്രത്യേക പാർപ്പിടം. കണ്ടില്ലേ? ഹോർഷ്യൻ ദേശമൊക്കെ അടിമകൾക്ക് വേണ്ടി ഫറവോ രാജാവ് വേർതിരിച്ച കണ്ടോ?
അവർക്ക് രാജാവ് കൊടുക്കുന്ന ഭക്ഷണം എന്താണോ അത് കഴിച്ചോണം, രാജാവ് കൊടുക്കുന്ന തുണി കൊടുത്തോണം, അല്ല സ്വന്തമായിട്ട് വേലയില കൂലിയില ഒന്നുമില്ല. രാജകൊട്ടാരത്തിലോ വീട്ടിലോ ഒന്നും വരാൻ യോഗ്യതയില്ല. അങ്ങനെ അങ്ങ് പുറമ്പോക്കി കിടക്കേണ്ടവനാ. പക്ഷെ ദൈവം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ ഫറവോന്റെ വീട്ടിലെ എല്ലാത്തിന്റെ മേലധികാരിയായി. സ്തോത്രം പറഞ്ഞ്. ഒരിക്കലും ഈ സ്ഥാനത്ത് വരാൻ അവന് കഴിയുകയില്ല, കാരണം അവൻ അടിമയാണ്. എന്നാൽ ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ ഫറവോന്റെ അല്ലെങ്കിൽ ഫറവോന്റെ അകമ്പടി നായകന്റെ വീട്ടിലെ എല്ലാ ചുമതലയുടെ മുകളിലെത്തി. അപ്പൊ ഞാൻ ചുരുക്കി പറയുക കേട്ടോ, ഈ അനുഗ്രഹം വരാനുള്ള കാരണം അവനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും ഈ സീറ്റ് കൊടുക്കത്തില്ല. സ്തോത്രം പറഞ്ഞ് ഈ വീട്ടിനകത്ത് കയറാൻ അനുവദിക്കത്തില്ല. അടിമകൾക്ക് പ്രത്യേക കുടിലുണ്ട് വേറെ, അവിടെ പോയി താമസിച്ചോണം. നല്ല വസ്ത്രം ഉടുക്കാൻ അവർക്ക് കൊടുക്കത്തില്ല. അവർക്ക് സാധാ വസ്ത്രമേ കൊടുക്കത്തുള്ളൂ. അടിമ വേല ചെയ്തോണം. ഇവൻ അടിമ വേലയൊന്നുമല്ല ചെയ്യുന്ന. ആ വീട്ടിലെ ഇയാള് കഴിക്കുന്ന ഭക്ഷണം ഒഴിച്ചു ബാക്കി മുഴുവനും നിയന്ത്രിക്കുന്ന ഇവനാ. ഇയാളുടെ കമ്പനി, ഇയാളുടെ ബിസിനസ്സുകള്, ഇയാളുടെ വസ്തുവകള് എല്ലാത്തിന്റെ മേലധികാരി. ഈ സ്ഥാനത്ത് ഇവൻ എങ്ങനെ വന്നെന്നറിയാവോ? യഹോവ കൂടെ ഉണ്ടെന്ന് മറ്റേ പുള്ളി കണ്ടു. ആമേൻ. സ്തോത്രം വെറുതെ. യഹോവ കൂടെ ഉണ്ടെന്ന് കണ്ടപ്പോൾ അർഹതയില്ലാത്ത സ്ഥാനത്തേക്ക് പോത്തിഫേർ അവനെ ഉയർത്തി വെച്ചു. ഹല്ലേലൂയ പറഞ്ഞേ. വൈദ്യല ഇന്ന് രാത്രി ഓർക്കണം കേട്ടോ, ജീവിതത്തിൽ ഒരിക്കലും അർഹതയില്ലാത്ത അനുഗ്രഹങ്ങൾ നിന്റെ വീട്ടിൽ വന്ന് കയറണമെങ്കിൽ ദൈവം കൂടെ ഉണ്ടായിരിക്കണം. ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ അനുഗ്രഹം നിന്നെ തേടി വരും. സ്വത്രം പറഞ്ഞ് അതിന് ഒരു വെളച്ചിലും നമ്മൾ ഇറക്കണ്ട, അനുഗ്രഹം തിരക്കിയും പോകണ്ട, തേടി വരും കേട്ടോ. ദൈവം കൂടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ പൊത്തിപ്പേറി ഇങ്ങോട്ട് വന്നിട്ട് ഇവനെ പിടിച്ചിട്ട് എന്ത് ചെയ്തു? എല്ലാത്തിന്റെ മോളിൽ കൊണ്ട്. അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇവൻ ചെയ്യുന്നതെല്ലാം ദൈവം സാധിപ്പിക്കുന്നു എന്ന് കണ്ടപ്പോൾ, വാക്യം വായിച്ചേ. യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു. അതുകൊണ്ട് യോസേഫ് അവന് ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു. അവൻ അവനെ ഗൃഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ തന്റെ വീട്ടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയത് മുതൽ യഹോവ യോസേഫിന്റെ നിമിത്തം സകലത്തിന്റെ മോളിൽ കൊണ്ടിരുത്തി. എല്ലാത്തിനും മോളിൽ. അടിമച്ചെറുക്കൻ ഇതിന് ഏഴ് അയൽവക്കത്ത് വരാൻ യോഗ്യതയില്ലാത്ത അടിമയാ. അവനെ കൊണ്ടിന്ന് എല്ലാത്തിന്റെ മോളിൽ ഇരുത്തി അവനെ ഉയർത്തി. എന്താ കാര്യം? അവനോടുകൂടെ ദൈവം ഉണ്ടെന്നുള്ളത് പൊത്തിപ്പേർ കണ്ടു. ഹല്ലേലൂയ പറഞ്ഞ്. ദൈവ വൈതലേ, ജോലി സ്ഥലത്ത് നിന്ന് ഉയർച്ച കിട്ടും ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ. അങ്ങോട്ടും നിന്നത്തെ അന്വേഷിച്ചു വന്ന് അവര് പിടിച്ചു കയറ്റി നിന്റെ മോളിൽ കൊണ്ടു. നീ അതിനൊരു തന്ത്രം ഇറക്കണ്ട. ഇവിടെ യോസഫ് പൊത്തിഫേറിന്റെ വീട്ടിന്റെ മേലധികാരി ആകാനോ ഇതിന്റെ എല്ലാം ചുമതലക്കാരനാകാനോ ഇതിന്റെ എല്ലാം മോളിൽ കയറാനോ ഒന്നും യോസഫ് ഒരു തന്ത്രം ഇറക്കിയില്ല. പൊത്തിഫേർ ഇങ്ങോട്ട് വന്ന് എല്ലാം പിടിച്ചു കൊണ്ടിട്ട് പറഞ്ഞു, നീ എന്റെ വീടിന്റെ ഗ്രഹവിചാരകൻ മാത്രമല്ല, എനിക്കുള്ളതിന്റെ എല്ലാത്തിന്റെയും. ഈ വീട്ടിലെ ഇവിടെ മാനേജറില്ല, സെക്രട്ടറിയിൽ ഒന്നുമില്ല, സകലരും നീയാണ്. അടിമയെ പിടിച്ചുയർത്തിയത് കണ്ടോ? എന്താ കാര്യം? ഇവനോടുകൂടെ ദൈവമുണ്ടെന്നുള്ളത് അവന്റെ യജമാനൻ അറിഞ്ഞു. ദൈവവൈദ്യ ഇന്നൊരു തീരുമാനത്തോടെ പോകുക. എന്റെ ജോലി സ്ഥലത്ത് ഞാൻ വിശ്വസ്തയോടെ ജോലി ചെയ്യും. ദൈവം എന്നോട് കൂടെ ഉണ്ടെന്നുള്ളത് എന്റെ ജോലി ഞാൻ വെളിപ്പെടുത്തും. അങ്ങനെ നിന്റെ ജോലി സ്ഥലത്തൊക്കെ ദൈവം കൂടെ ഉണ്ടെന്നറിഞ്ഞാൽ അനുഗ്രഹം നിന്നെ തേടി വന്നോളും, അന്വേഷിച്ചു വന്നോളും. അതിന് നമ്മൾ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. നമ്മൾ ഒരു പ്രൊമോഷനും ആരോടും ചോദിക്കേണ്ട. കാരണം നമ്മള് ചെയ്യുന്നത് അനുഗ്രഹമായി മാറുന്നത് കണ്ടാൽ അവര് കയറ്റി വെച്ചോളും മോളിൽ. അവർക്കറിയാം ഇവനെ മോളിൽ കയറ്റിയിരുത്തിയാൽ അത് എനിക്ക് അനുഗ്രഹമാണ്, സ്വത്രം അതെന്റെ കമ്പനിക്ക് അനുഗ്രഹമാ, അത് ഞങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് അവർക്കറിയാം. സ്വത്രം പറഞ്ഞ് അത് തിരിച്ചറിഞ്ഞപ്പോഴാണ് പൊത്തിപ്പേർ സകലതും എന്റെ കയ്യിലേൽപ്പിച്ചു. ഒരല്ലേലിയ പറഞ്ഞേ. ഒരു നിമിഷം ഒന്ന് കൈയടിച്ചൊന്ന് ആരാധിച്ച് എല്ലാരും ദൈവത്തെ സൂക്ഷിച്ച്. ഇത്രത്തോളം ദൈവം നമ്മെ നടത്തിയതിനും നടത്തിയതിനും കൊണ്ടുവന്നതിനും ഒക്കെയായി നമുക്ക് നന്ദി പറയാം. കണ്ടോ, ജോസഫിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു. ജോസഫിനോട് കൂടെ ദൈവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എന്ന് പറയുന്ന അർത്ഥം ദൈവത്തെ കൊണ്ടാണ് ഇവരെ എങ്ങോട്ട് പോയാലും പോകുന്നത്.
സ്തോത്രം. എന്തെടുത്താലും ദൈവത്തെ കൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഈ മാറ്റി നിർത്തുന്ന പരിപാടി ഇവർക്കാർക്കും ദൈവത്വം കൊണ്ട് യോസഫ് പൊത്തിപ്പേറിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അത് പൊത്തിപ്പേറും കണ്ടു, അവിടെ ഉള്ളവരെല്ലാം കണ്ടു. ദൈവവൈതലേ, നിന്റെ ജീവിതത്തിൽ 24 മണിക്കൂറും ദൈവത്തെ കൊണ്ട് നീ എവിടെ പോയാലും പോകാവൂ. നീ ചെല്ലുന്നോടത്ത് ഈ കൂടെ നിൽക്കുന്ന ആളെ കൂടെ അവർ കാണുമ്പം തന്നെ നിന്നെ ഉയർത്തിക്കോളും. സ്തോത്രം. ഹല്ലേലൂയ പറഞ്ഞേ, ഉയർത്തൽ നിന്റെ ജീവിതത്തിൽ വന്നോളും. യോസഫ് എവിടെ പോയാലും അവിടെ എല്ലാം ദൈവമുണ്ട്, അവിടെ എല്ലാം ദൈവമുണ്ട്. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ദൈവം ഉണ്ടെന്ന് പറയുന്നതിന്റെ അർത്ഥം ദൈവം കൂടെ കൂടുകയല്ല, പിന്നെന്താണ്? ദൈവത്തെ കൂടെ നിർത്തിയിരിക്കുകയാണ്. ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് പുള്ളിക്കൊരു ജീവിതമില്ല. സ്തോത്രം. എവിടെ ചെന്നാലും ദൈവത്തെ. അടുത്ത വാക്യം ഒന്ന് വായിച്ചാട്ടെ സിസ്റ്ററെ. അവൻ തന്റെ വീട്ടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയതു മുതൽ യഹോവ യോസേഫിന്റെ നിമിത്തം മിസ്രൈമിന്റെ വീടിനെ അനുഗ്രഹിച്ചു. കണ്ടോ, യോസഫ് നിമിത്തം മിസ്രൈമിനെ അനുഗ്രഹിച്ചു. അപ്പൊ നമ്മൾ ജോലി ചെയ്യുന്ന കമ്പനി അനുഗ്രഹിക്കപ്പെടണ്ടേ? നമ്മളെ കാലുകുത്തുന്ന വീട് അനുഗ്രഹിക്കപ്പെടണ്ടേ? നമ്മള് ബന്ധപ്പെടുന്ന ആൾക്കാർ അനുഗ്രഹിക്കപ്പെടണ്ടേ? യോസഫ് നിമിത്തം ഇപ്പൊ ആ വീട് അനുഗ്രഹിക്കപ്പെട്ടോണ്ടിരിക്കുന്ന കണ്ടോ? ഇതാ ദൈവം പറഞ്ഞത്, നീ ഒരു അനുഗ്രഹമായി മാറണം. ഹല്ലേലൂയ പറ, നീ ഒരു അനുഗ്രഹമായി മാറണം. നമ്മൾ കാലുകുത്തുമ്പോൾ ആ വീട് ഒരു അനുഗ്രഹമായി തീരണം. നമ്മൾ ചെയ്യുന്ന ജോലി അതൊരു അനുഗ്രഹമായി മാറണം. നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ നമ്മളൊരു അനുഗ്രഹമായി മാറണം. അതോ നമ്മൾ പലർക്കും വേദന ഉണ്ടാക്കുന്നവരാണോ? ആർക്കെങ്കിലും വാശിയും പിണക്കൊക്കെ വെച്ചോണ്ട് ജീവിക്കണം, ഇപ്പൊ അത് വിട്ടോണം. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരെ വേദനിപ്പിക്കണമെന്നല്ല, ആമേ, മറ്റുള്ളവരെ ഭാരപ്പെടുത്തുന്നതല്ല, നമ്മൾ മുഖാന്തരം അവർ അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളത്. ഹല്ലേലൂയ പറഞ്ഞു. കണ്ടോ, യോസഫ് മുഖാന്തരം പോത്തിഫേർ അനുഗ്രഹിക്കപ്പെട്ടു. സ്തോത്രം. നമ്മൾ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടട്ടെ. അടുത്ത ലൈൻ വായിച്ചേ. വീട്ടിലും വയലിലും അവനുള്ള സകലത്തിന്മേലും യഹോവയുടെ അനുഗ്രഹം ഉണ്ടായി. കണ്ടോ, വീട്ടിൽ അനുഗ്രഹം, വയലിൽ കണ്ടത്തിലെ കൃഷിക്ക് അനുഗ്രഹം, കരക്കത്തെ കൃഷിക്ക് അനുഗ്രഹം, അവന്റെ കമ്പനിക്കും പശുവിനും എന്തു വേണ്ട, യോസഫ് മുഖാന്തരം അവിടെ സകലതും അങ്ങ് അനുഗ്രഹിക്കപ്പെടുകയാണ്. സ്തോത്രം പറഞ്ഞു. യോസഫ് മുഖാന്തരം സകലതും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ പറഞ്ഞേ. ദൈവവൈദ്യ കൈകുത്തുന്നോടം അനുഗ്രഹിക്കപ്പെടട്ടെ. ബന്ധപ്പെടുന്ന സ്ഥലങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവം കൂടെ ഉണ്ടെങ്കിൽ അത് മതി, പുള്ളി അങ്ങ് അനുഗ്രഹിച്ചോളും. നമ്മൾ മുഖാന്തരം അനുഗ്രഹം പൊക്കൊണ്ടേ ഇരിക്കും. സ്തോത്രം. ദൈവത്തെ മാറ്റി നിർത്തി ജീവിക്കുമ്പോൾ നമ്മുടേതും പോകും, അനുഗ്രഹവും പോകും, എല്ലാം പോകും. ദൈവമില്ലാത്ത ജീവിതം. ദൈവത്തെ മാറ്റി നിർത്തിയുള്ളത് അത് ചോദിച്ചില്ല, മൂടാ നീ ആലോചിച്ചില്ലേ? എന്നെ മാറ്റി നിർത്തിയിട്ട് നീ വിട്ടിത്തം ആലോചിക്കുക. ഞാൻ ഇന്ന് രാത്രി നിന്റെ അകത്തിരിക്കുന്ന സാധനം എടുത്താൽ നീ ആലോചിച്ചതല്ല എന്താകും എന്ന് ചോദിച്ചു. നീ എന്താകും ആലോചിച്ചതല്ല, കണക്ക് കൂട്ടി വെച്ചിരിക്കുക. ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും. കർത്താവ് ചോദിക്കുക, അകത്തിരിക്കുന്നത് എന്റേതാ, അതിന്റെ ഉടമസ്ഥനാ ഞാൻ. ആ സാധനം ഇന്ന് രാത്രി തിരിച്ചിങ്ങോട്ട് ഞാൻ എടുത്തു കഴിഞ്ഞാൽ നീ ആലോചിച്ച പവറെല്ലാം പോയില്ലേ? ലിലിയ പറഞ്ഞേ. സ്തോത്രം, സ്തോത്രം. ഏറിയാണ്ട് ജീവിക്കുന്നൊന്നും ഒരു മണ്ടത്തരവും പറയല്ലേ കേട്ടോ. ഏറിയാണ്ടൊന്നും ഇവിടെ ആരും ജീവിക്കത്തില്ല. ആമേ, ബഹറിവ് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും വർഷം ഇവിടെ നിന്ന് എനിക്കറിയാം, ഞാൻ കഴിച്ചു കൂട്ടിയ ബുദ്ധിമുട്ട്. ഏറിയാണ്ടൊന്നും ആരും നിൽക്കത്തില്ല കേട്ടോ. പിന്നെ അത് തന്നാ ദൈവത്തിന്റെ കൃപ, അത് കിട്ടിയാൽ ദൈവത്തിന്റെ കൃപ. ജനിച്ച വീണപ്പ തൊട്ട് മരണവും കൂടെ ഉണ്ട്, മരണവും കൂടെ ഉണ്ട്. ഈ പുള്ളി കൂടെ എപ്പോഴും, ആ പുള്ളി നമ്മുടെ കൂടെ ഉണ്ട് എപ്പോഴും. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോണ പോക്കിന് അവിടെ വീട് ചാകുന്നു, കുഴച്ച് വീട് ചാകുന്നു. ആമേ നാമേ. എന്താ കാര്യം? അത് ഓരോരുത്തരും മനസ്സിലാക്കണം. എൻ്റെ കൂടെയുണ്ട്, പാർട്ടി എൻ്റെ കൂടെ ഇരിപ്പുണ്ട്. ചിലപ്പോൾ ഇത് രാത്രി പോകാന്ന് പറഞ്ഞാൽ എനിക്ക് പോകാതിരിക്കാൻ നിൽക്കുമോ? അല്ലേ, നമുക്ക് പോയേക്കാന്ന് പറഞ്ഞാൽ പോണം. അതുകൊണ്ട് ഓർത്തോണം, ഇവിടെ ആരും ഏറിയാടി ജീവിക്കുന്നവരില്ല കേട്ടോ. അത്രയും മണ്ഡലത്തിലൊന്നും നമ്മൾ പറയണം. ചില പറയണം, നമുക്ക് കാണാം, ഞാനിവിടെ കാണുവാടെ 40-40 വർഷം, ഏതാ നമുക്ക് ഒരുമിച്ച് കാണാം. ഒന്നുമില്ല, നമ്മളൊന്നുമില്ല. മുമ്പേ പറഞ്ഞ പോലെ ആട്ടുംകൂട്ടി 2 മണിക്കൂർ കഴിയുമ്പോൾ എഴുന്നേറ്റ് പോയി പുല്ല് തിന്നും. 2 മണിക്കൂർ പോയിട്ട് 10 വർഷം കൊടുത്താൽ സ്വന്തം കാര്യം പറ്റത്തില്ല. 10 വർഷം അമ്മയും എപ്പോഴും കൂടെ നിന്ന് നിക്കറും എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയെങ്കിലേ എന്തുള്ളൂ, സ്കൂളിൽ പോക്ക് നടക്കത്തുള്ളൂ.
നമ്മൾ കിടന്നുകൊണ്ടാണ് ഈ വലിപ്പം പറയുന്നത്. ഞാൻ അങ്ങനെ ചെയ്തുകളെ, ഞാൻ ഇങ്ങനെ ചെയ്തുകളെ, ആരും ഒന്നും ചെയ്യാനുമില്ല, എടുക്കാനുമില്ല. സ്വത്രം വെറും ഇതാ നമ്മളെ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അടുത്ത ലൈൻ വായിച്ചേ. അവൻ തനിക്കുള്ളതൊക്കെയും യോസേഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. താൻ ഭക്ഷിക്കുന്ന ഭക്ഷണം ഒഴികെ അവന്റെ കൈവശമുള്ള മറ്റു യാതൊന്നും അവൻ അറിഞ്ഞില്ല. യോസേഫ് കോമളനും മനോഹര രൂപിയുമായിരുന്നത് കൊണ്ട് യജമാനന്റെ ഭാര്യ യോസെഫിന്മേൽ കണ്ണു പതിച്ചു. യോസഫിന്റെ ജീവിതത്തിലെ ഈ അനുഗ്രഹങ്ങളും വിശ്വാസവും നന്മകളും ഒക്കെ തകർക്കാൻ യോസഫിന്റെ ഭാര്യയുടെ കണ്ണ് പതിച്ചു. ഓർത്തോണം, നിന്റെ മേൽ പിശാചിന്റെ കണ്ണുണ്ട്. നീ അനുഭവിക്കുന്ന ഒരു നന്മയും ഈ ബഹറി നിലനിർത്താതെ നിന്നെ തകർക്കാനാണ് ഈ കണ്ണ് പതിഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഈ ദൈവം കൂടെ ഉള്ളത് കൊണ്ടാണ് യോസഫിന് നന്മയുണ്ടത്. ആ ദൈവം യോസഫിന്റെ കൂട്ടത്തിൽ നിന്ന് വിട്ടുപോകാനുള്ള പണിയാണ് ഈ ഇണക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, പിശാചിന്റെ ദൃഷ്ടി നിന്റെ മേലുണ്ട്. നീ ആരാധിക്കരുത്, നീ പ്രാർത്ഥിക്കരുത്, ദൈവത്തോട് അടുക്കരുത്. ഈ പുള്ളിയുടെ കണ്ണ് പതിഞ്ഞിട്ടുണ്ട്. ഈ പുള്ളിയുടെ കണ്ണ് പുള്ളി ഭയങ്കര സാധനമാണ്. പുള്ളി എത്ര മഹാന്മാരെ വീഴ്ത്തിയെന്നറിയാം. ദാവീദിനെ പോലും പുള്ളി വീഴ്ത്തിയിട്ടുണ്ട്. ആമേൻ. ഒത്തിരി പേരെ പുള്ളി താഴെ ഇട്ടു. അതുകൊണ്ട് ആ കണ്ണിന്ന് രാത്രി പോകുന്നതിന് മുമ്പ് ഓർപ്പിക്കുന്നു, ബഹറിൽ നിന്നെ നിർത്താതിരിക്കാൻ, നിന്റെ നന്മ തകർത്ത് കളയാൻ, ഇതുവരെയുള്ള നിന്റെ സകല അനുഗ്രഹങ്ങളും മുടിച്ചു കളയാൻ ഒരു കണ്ണ് നിന്റെ മേലുണ്ട്. അത് ദൈവത്തിന്റെ കണ്ണല്ല, നിന്നെ പാപത്തിൽ തള്ളിയിടാനുള്ള കണ്ണാണ്, നിന്നെ ദുഃഖത്തിൽ തള്ളിയിടാനുള്ള കണ്ണാണ്, നിന്നെ അത് നാശത്തിലേക്ക് തള്ളിയിടാനുള്ള കണ്ണാണ്. ഈ കണ്ണ് യോസഫിന്റെ മേൽ മാത്രമല്ല, യേശുവിന്റെ മേൽ അവന്റെ ദൃഷ്ടി വന്നു. 40 ദിവസം യേശുവിന്റെ പുറകെ നടന്ന് യേശുവിനെ തകർക്കാൻ നോക്കി. വിജയിച്ചില്ല. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്ന ലൂക്കോസ് 4-ാം അധ്യായം, മത്തായി 4-ാം അധ്യായത്തിലൊക്കെ ദാവീദിന്റെ മേൽ ഈ കണ്ണ് പകർന്നു. ദാവീദിനെ കൊണ്ട് എന്ത് ചെയ്യും? ദൈവഹിതത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിപ്പിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഇയ്യോബിന്റെ മേൽ ഈ കണ്ണ് പതിഞ്ഞു, പക്ഷെ വിജയിച്ചില്ല. കാരണം ഇയ്യോബ് തന്റെ വിശുദ്ധിയും വിശ്വാസവും കളഞ്ഞില്ല. സ്തോത്രം. അത് പിടിച്ചു നിർത്തി. സ്തോത്രം. അനേക കഷ്ടത വന്നിട്ടും പ്രയാസം വന്നിട്ടും വിശ്വാസം കളയാഞ്ഞത് കൊണ്ട് അവസാനം പുള്ളി തോറ്റു പിന്മാറി. സ്തോത്രം. പുള്ളി തോറ്റു പിന്മാറി. എല്ലാം ഇരട്ടിയായി കിട്ടി. അതുകൊണ്ട് ദൈവവൈതലേ, സാത്താന്റെ കണ്ണ് നിന്റെ മേലുണ്ട്, പിശാചിന്റെ കണ്ണ് നിന്റെ മേലുണ്ട്. നിന്റെ കുടുംബം തകർക്കാൻ, അനുഗ്രഹം തകർക്കാൻ, നന്മ തകർക്കാൻ, യോസഫ് ഇപ്പോൾ അനുഭവിക്കുന്ന സന്തോഷം ഇല്ലാതാക്കാൻ, അനുഗ്രഹം തകർക്കാൻ, നന്മ തകർക്കാൻ, അവനെ ഒരു വ്യഭിചാരിയായി മാറ്റണം, ഒരു മാറ്റണം, വലിയൊരു ദോഷം ചെയ്യുന്ന വ്യക്തിയാക്കി മാറ്റണം. അവനിൽ ഇപ്പോഴുള്ള ദൈവാനുഗ്രഹം എല്ലാം നഷ്ടപ്പെട്ടു പോകണം. അതിനാണ് ഈ കണ്ണ് പതിഞ്ഞിരിക്കുന്നത്. മുത്തിപ്പന്റെ ഭാര്യയുടെ കണ്ണല്ല, അവിടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നത് പിശാച. സ്വത്രം പറഞ്ഞ് അവളിലൂടെ പ്രവർത്തിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ പറഞ്ഞേ. ആ കണ്ണ് അവളിലൂടെ പ്രവർത്തിക്കുന്ന അത്രേ ഉള്ളൂ. അവളല്ല ഉത്തരവാദി. അവിടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പിശാചിന്റെ ശക്തിയാണ്. കാരണം ഈ യോസഫിനെ ഇവിടെ നിന്ന് തകർത്ത് കളയണം, യോസഫിനെ ഇല്ലായ്മ ചെയ്യണം. പക്ഷേ യോസഫിനെ തകർക്കാൻ ഈ കണ്ണിന് കഴിഞ്ഞില്ല. ഈ കണ്ണിനെ കഴിഞ്ഞില്ല. യോസഫ് എന്ത് ചെയ്തില്ല? വിശ്വാസം വിട്ടുകളഞ്ഞില്ല കേട്ടോ. യോസഫിന്റെ 3 കാര്യമുണ്ട്. എനിക്കിപ്പോൾ ആ വാക്യങ്ങളെല്ലാം വായിച്ചു കേൾപ്പിക്കാനും പറയാനും സമയമില്ലാത്തതുകൊണ്ട് 3 കാര്യം ഞാനൊക്കെ പറഞ്ഞേക്കാം. ഇവള് പറയുന്നത് പാപം ചെയ്യണം, ഇവളോട് കൂടെ ആയിരിക്കണം എന്നൊക്കെയാണ്. അവള് ഇങ്ങനെയാണ് ദിനം തോറും അവള് നിർബന്ധിച്ചു. യോസഫ് പറഞ്ഞു, പറ്റുകയില്ല, ഞാൻ ഈ പാപം ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. അത് കഴിഞ്ഞപ്പോൾ ഈ സഹോദരി വീണ്ടും വീണ്ടും യോസഫിനെ നിർബന്ധിച്ചു. അന്നേരം യോസഫ് പറഞ്ഞു, ഞാൻ ഈ പാപം ചെയ്യില്ല. സ്തോത്രം. 3-ാമത് അവിടെ വായിക്കുന്നത്, ആരുമില്ലാത്ത ഒരു ദിവസം ഈ സഹോദരി യോസഫിനോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? എൻ്റെ ഇഷ്ടം നിറവേറ്റണം. അന്നേരം യോസഫ് പറഞ്ഞു, പറ്റുകയില്ല, തെറ്റുപോയി. ഓക്കെ, ഇതാണ് 3 മാതൃക കേട്ടോ. ഇനി എൻ്റെ അർത്ഥം പറയട്ടെ. 1, സാഹചര്യം അനുകൂലം, ആരുമില്ലാത്ത സ്ഥലത്തെ. എന്നിട്ട് ജോസഫ് വീണോ?
ജോസഫ് വീണോ? നാളെ ആ പുറത്തോട്ടിറങ്ങുമ്പോൾ അനുകൂലമായ സാഹചര്യം വരും. എന്നാ ഇച്ചിരി അടിച്ചോടാ, ഇച്ചിരി അടിച്ചോ. സ്വത്രം കൂടെ നിന്നോടാ. അനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ടും ആ വീട്ടിൽ ഒറ്റ കുഞ്ഞുങ്ങളില്ലെന്ന് എഴുതിയിരിക്കുന്നത്. ഒറ്റ വ്യക്തികളിൽ, ആരും അറിയത്തില്ല. ആമേ സ്വത്രം. അങ്ങനെ ഈ ദോഷം ചെയ്യാനും തെറ്റ് ചെയ്യാനും അനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ട് ജോസഫ് ചെയ്തോ? ചെയ്തില്ല. 2, ജോസഫിനെ നിർബന്ധിച്ചിട്ട് ചെയ്തോ? ചിലർ നിർബന്ധിക്കുമ്പോ എന്നാ ഒന്ന് നോക്കിയേക്കാം, സാരമില്ലടാ, പ്രാർത്ഥനക്കാരങ്ങനൊക്കെ പറയും, പ്രസംഗം അങ്ങനൊക്കെ പറയും, അവര് പറഞ്ഞല്ലോ നീ ഇത് എന്ത് ചെയ്തു, ശകലം വെച്ചു, ഒരു ശകലം നീ എഴുതു, അല്ല നീ ഇത് ചെയ്തോന്ന്. എന്തെങ്കിലും ഒരു കള്ളത്തരം കമ്പനിയിലൊക്കെ ചെല്ലുമ്പോ എന്നാ ഇത് കാണിച്ചോളാം, അവരങ്ങനൊക്കെ പറയും. ശക്തമായിട്ട് നിർബന്ധിക്കും. നിർബന്ധം ഉണ്ടായിട്ടും ജോസഫ് ചെയ്തോ? ഇല്ല. അടുത്ത 3, പൊത്തിഫേറിന്റെ ഭാര്യയ്ക്ക് സമ്മതമുണ്ട്. സമ്മതം ഉണ്ടായിട്ടും ജോസഫ് ചെയ്തോ? സമ്മതം ഉണ്ടായിട്ടും സാഹചര്യം അനുകൂലമായിട്ടും നിർബന്ധം ഉണ്ടായിട്ടും ജോസഫ് പാപം ചെയ്തില്ല. സ്തോത്രം. ദൈവവൈതലേ, ഇതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രത്യേകത. ഹല്ലേലൂയ പറഞ്ഞേ. 3 സാഹചര്യങ്ങളിൽ കൂടെയാണ് നമ്മൾ പലപ്പോഴും പാപം ചെയ്യുന്നത്. 1, അനുകൂലമായ സാഹചര്യം. പലരും അണങ്ങാതിരിക്കുന്നതിന്റെ കാര്യം മോഷ്ടിക്കാൻ സാഹചര്യം ഇല്ലാത്തോണ്ടാ. ആരും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ 10ഓ 500ഓ വലിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടിയാൽ അങ്ങനെ അത് വലിച്ച് പോക്കറ്റ് ഇടും. പ്രാർത്ഥനയും ബൈബിളൊക്കെ സൈഡിൽ ഇരിക്കട്ടെന്ന് പറയും, ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. 2, സമ്മതം, പൂർണ്ണ സമ്മതമുണ്ട്. എന്നിട്ട് ജോസഫ് ചെയ്തില്ല, നിർബന്ധമുണ്ട്. അതുകൊണ്ട് ദൈവമക്കളെ, നാളെ പുറത്തോട്ടിറങ്ങുവാൻ പലരും നിർബന്ധിക്കും. എടാ വാടാ ഞങ്ങളുടെ കൂടെ, ഇന്നതുപോലെ ചെയ്യേ, ഇന്നതുപോലെ പോകെ. നിർബന്ധത്തിന്റെ മുമ്പിലും നീ വീഴരുതെന്ന് ഞാൻ ഓർപ്പിക്കുന്നത് കേട്ടോ. ഭക്തന്മാർ അങ്ങനെയായിരുന്നു. നിർബന്ധിച്ചിട്ടും അവർ വീണില്ല, സാഹചര്യം അനുകൂലമായിട്ടും അവർ വീണില്ല, സമ്മതം ഉണ്ടായിട്ടും വീണില്ല. സ്തോത്രം പറഞ്ഞേ. അതുകൊണ്ട് ഈ രാത്രി നമുക്ക് എല്ലാവർക്കും ഇനിയുള്ള സമയം എഴുന്നേറ്റ് നിൽക്കാം. ആരാധനയ്ക്കുള്ള സമയമാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇന്ന് രാത്രി കേട്ട വചനത്തിന്റെ മുമ്പിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കാം. എല്ലാരും കണ്ണുകൾ അടച്ചല്ലോ. ഇന്ന് രാത്രി നമ്മൾ എന്താ കേട്ടത്? ജോസഫ് മുഖാന്തരം അവനുള്ളതൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു. ഇവിടെ ഇരിക്കുന്ന എന്റെ സഹോദരന്മാരെ, നിങ്ങളൊക്കെ വലിയ വലിയ ജോലിയൊന്നും അല്ലെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ജോലിയില് നിങ്ങൾ മുഖാന്തരം ആ ജോലി അനുഗ്രഹമാകട്ടെ. നിങ്ങളുടെ ബോസിന് അനുഗ്രഹമായി തീരട്ടെ, നിങ്ങളുടെ കമ്പനി അനുഗ്രഹമായി തീരട്ടെ, നിങ്ങളുടെ ഇടപാടുകൾ മുഖാന്തരം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ, നിങ്ങളുടേതായിരിക്കുന്ന ആത്മീക കൂട്ടായ്മ മുഖാന്തരം നിങ്ങളുടെ അടുത്ത സഹോദരിക്ക് ഒരു അനുഗ്രഹമായി മാറട്ടെ, അടുത്ത സഹോദരന് ഒരു അനുഗ്രഹമായി മാറട്ടെ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എല്ലാവരും ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ